നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഗണപതി ഭഗവാനെ അബദ്ധത്തിലാണെങ്കിലും വന്യമരത്തിൻ്റെ ഇലകൾ കൊണ്ട് പൂജിച്ച ഒരു രാക്ഷസനും അതേപോലെ തന്നെ ഒരു വേടനും മോക്ഷത്തെ കിട്ടിയ കഥ, അവരുടെ പൂർവജന്മ കഥ, ഇതെല്ലാം പറഞ്ഞു. ദശരഥൻ സ്ഥാപിച്ച ഗണേശ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ആരാധന കൊണ്ടാണ് അദ്ദേഹത്തിന് രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും ഒക്കെ മക്കളായിട്ട് ജനിച്ചതെന്നും ചുരുക്കത്തിൽ പറഞ്ഞു വെച്ചു. അതിനുശേഷം ഇനി വിരോചനൻ്റെ വധം പറയാണ്. വിരോചനൻ്റെ കഥ ചുരുക്കി പറയാം. ഒരിക്കൽ സന്ധ്യാസമയത്ത് കശ്യപ മഹർഷി യാഗാദികൾക്കൊക്കെ തയ്യാറെടുക്കണം, ജപത്തിനൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിമാരിലൊരാളായിട്ടുള്ള ദിതി, രാക്ഷസവംശത്തിൻ്റെ അസുരവംശത്തിൻ്റെ മാതാവാണ്. അവർ കശ്യപൻ്റെ അടുത്ത് വന്നിട്ട് ശയ്യാഗൃഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സന്ധ്യാനേരത്ത് ഇണചേരാനായിട്ട് ക്ഷണിക്കുന്നത് മഹാദ്രോഹവും മഹാപാപമാണെന്ന് എത്ര പറഞ്ഞിട്ടും ആ ദേവിക്ക് മനസ്സിലായില്ല. അവസാനം ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാതിരിക്കുന്നതും അധർമ്മമാണെന്നുള്ളത് കൊണ്ട് അത് സാധിപ്പിച്ചു കൊടുത്ത് ശുദ്ധനായിട്ട് അദ്ദേഹം യാഗത്തിന് പോയി എന്നാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ശപിച്ചു. ഭാഗവതത്തിൽ അത് വിസ്തരിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാവണ മക്കൾ ലോകത്തിനെ നശിപ്പിക്കണവരായിട്ട് തീരും, ദുർബുദ്ധികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. ഇന്നും അങ്ങനെയാണ്. സന്ധ്യാസമയത്ത് രതിക്രീഡ പാടില്ല എന്നാണ്. അതൊന്നും മനസ്സിലാക്കാതെ പ്രവർത്തിച്ച ദിതി 2 കുട്ടികളെ പ്രസവിച്ചു, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അവരുടെ കഥ നിങ്ങൾക്കറിയാം. എത്ര മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ധർമ്മത്തെ നശിപ്പിച്ചത് ഈ ഭൂമിയിൽ എന്നുള്ളത്. ഹിരണ്യാക്ഷനെ ഭഗവാൻ നാരായണൻ വരാഹരൂപം എടുത്തിട്ട് വധിച്ചു. ഹിരണ്യകശിപുവിനെ നരസിംഹരൂപിയായിട്ടും വധിച്ചു എന്ന് പറഞ്ഞു. ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ കഥയൊക്കെ അത്യാവശ്യം വിസ്തരിച്ചിട്ട് തന്നെയാണ് പുരാണത്തിൽ വരണത്. നമുക്ക് അതൊക്കെ അറിയാവുന്ന കഥകളായതുകൊണ്ട് ഒരുപാട് അതിനെ വലിച്ചു നീട്ടണില്ല. അങ്ങനെ ഹിരണ്യകശിപുവിനെ നരസിംഹവും വധിച്ചു. ഈ പ്രഹ്ലാദനൊരു മകനുണ്ടായി. ആ പ്രഹ്ലാദൻ്റെ പുത്രൻ്റെ പേരാണ് വിരോചനൻ. ഈ വിരോചനനാണ് മഹാബലിയുടെ അച്ഛൻ. അപ്പോൾ വിരോചനൻ്റെ കഥ പറഞ്ഞിട്ടാണ് ഇനി മഹാബലിയുടെ കഥയിലേക്ക് പോകുന്നത്. കാരണം ഗണേശപുരാണത്തിൽ വാമനാവതാരത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇന്ന് രാവിലെ വാമനാവതാരം ഇവിടെ വായിക്കുകയുണ്ടായി. പ്രഹ്ലാദൻ്റെ പുത്രനായിട്ടുള്ള വിരോചനൻ സൂര്യൻ്റെ ഭക്തനായിരുന്നു. അദ്ദേഹം സൂര്യനെ തപസ് ചെയ്തിട്ട് സൂര്യൻ അതിശക്തവും വളരെ പ്രഭയോടും കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കിരീടമാണ് വരമായിട്ട് കൊടുത്തത്. നമ്മൾ സൂര്യസ്പർദ്ധി കിരീടം എന്ന് പറയും. ഗുരുവായൂരപ്പൻ്റെ കിരീടത്തിന് സൂര്യനോട് മത്സരിക്കുന്ന കിരീടം എന്ന്, അത്രയും പ്രഭയാണെന്നാണ് പറയുക. അങ്ങനെയുള്ള ഒരു കിരീടം കൊടുത്തു. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് പറഞ്ഞു, ശ്രദ്ധിക്കണം, ഈ കിരീടത്തിൽ വേറൊരാൾ തൊടാൻ പാടില്ല, തൊട്ടാൽ ആ നിമിഷം നിൻ്റെ ശിരസ് തകരുന്നു പറഞ്ഞു. വിരോചനം വിചാരിച്ചു വേറൊരാളാരപ്പോൾ തൻ്റെ കിരീടത്തിൽ തൊടാൻ. അതുകൊണ്ട് അദ്ദേഹം ആ കിരീടം വാങ്ങി ധരിച്ചു. ആ കിരീടത്തിൻ്റെ ധാരണം കൊണ്ട് അദ്ദേഹത്തിന് 3 ലോകങ്ങളും നശിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അച്ഛൻ പ്രഹ്ലാദനെ പോലെ ഭക്തനോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ രീതിയിൽ ലോകം ഭരിച്ചു. അതുകൊണ്ട് അനവധി നാശനഷ്ടങ്ങളും കഷ്ടനഷ്ടങ്ങളൊക്കെ ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ നാരായണൻ ഗുരുവായൂരപ്പൻ ഇതിനൊരു അറുതി വരുത്തണമെന്ന് വിചാരിച്ചിട്ട് ഒരു ഉപായം കണ്ടുപിടിച്ചു. ഒരു ദിവസം അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയുടെ രൂപത്തിൽ അദ്ദേഹം വിരോചനെ വഴിയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് അവൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അവനവളെ രമിക്കാനായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം നമുക്ക് ശയ്യാഗൃഹത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് എണ്ണ തേച്ച് തരാം. അതനുസരിച്ച് വിരോചനെ എണ്ണ തേപ്പിക്കാൻ തുടങ്ങി. എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ആ മസാജ് ചെയ്തിങ്ങനെ കൊടുക്കണ ആ സുഖത്തിൽ വിരോചന ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ അവൻ്റെ കിരീടം അങ്ങോട്ട് കൈകൊണ്ട് തൊട്ട് അതെടുത്ത് മാറ്റിയ നിമിഷത്തിൽ വിരോചനൻ്റെ തല പൊട്ടിത്തെറിച്ച് അവൻ ഭസ്മമായിപ്പോയി. ഇങ്ങനെ വിരോചനൻ്റെ കഥ പറയണു. അതിനുശേഷം വിരോചനൻ്റെ പുത്രനായിട്ടുള്ള മഹാബലിയെക്കുറിച്ച് പറയണു. ബലി ജന്മനാ തന്നെ വിഷ്ണുഭക്തനായിരുന്നു. വേദശാസ്ത്രാദികളിൽ അളവറ്റ അറിവും ദാനശൈലവും അതിഥി പൂജയിലുള്ള താല്പര്യവും ഒക്കെ അദ്ദേഹത്തിനെ ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരനാക്കി തീർത്തു. ദാനം, യാഗം, ഇതിലൊക്കെ ബലിയെ കഴിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ 9 തരം ഭക്തി പറയും. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 തരത്തിലാണ് ഈശ്വരനെ ആരാധിക്കാനുള്ള മാർഗങ്ങളെന്നാണ്. അതിലാദ്യം ഭഗവാന്റെ നാമം കേൾക്കുക എന്നുള്ളതാണ്. കേട്ടിട്ടാണ്
കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിട്ടേ ഭഗവാന്റെ പേര് കേട്ടിട്ടാണ് ഉള്ളിൽ മനസ്സിൽ ഈശ്വരചിന്ത ഉറക്കുക. ഗർഭത്തിലിരിക്കുന്ന പ്രഹ്ലാദൻ കേട്ടിട്ടാണ് പഠിച്ചത്. രുക്മിണി എത്രയോ ദൂരെ ഇരുന്ന് കേട്ടിട്ടാണ്, കണ്ടിട്ട് പോലുമില്ല ഭഗവാനെ, എന്നിട്ടാണ് ഭഗവാനെ സാക്ഷാത്കരിച്ചത്. ഭഗവാനെ ആദ്യമായിട്ട് കാണുന്നത് ഭഗവാൻ തേരി പിടിച്ച് കയറ്റുമ്പോഴാണ്. സാക്ഷാത്കാരം കിട്ടുന്ന സമയത്താണ് ജീവൻ ബ്രഹ്മത്തെ കാണണമെന്ന് പറയണമെങ്കിൽ ആ ഭക്തിയുടെ ആഴം എത്രമാത്രമായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ കീർത്തനം, കീർത്തിച്ചിട്ട് ഭഗവാനെ സ്മരിച്ചിട്ട് ഭഗവാന്റെ പാദസേവനം ചെയ്തിട്ട് അർച്ചന കഴിച്ചിട്ട്, ഭാഗവതത്തിൽ പൃഥു മഹാരാജാവാണ് അർച്ചനയുടെ പ്രതീകം. അർച്ചന ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് അർച്ചിസ് എന്നാണ്. അർച്ചനം, വന്ദനം, ദാസ്യം നമുക്കറിയാം, ഹനുമാൻ സ്വാമിയാണ് അതിൻ്റെ മുകളിലില്ല. സഖ്യം, അർജുനൻ, കുചേലൻ, ഇവരൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഭഗവാനുമായിട്ട്. അങ്ങനെ അവസാനം ഒന്ന് വരും, ആത്മനിവേദനം എന്ന് പറഞ്ഞു വരും. അവനവനെ തന്നെ ഭഗവാന് നേദിക്കുക, കൊടുക്കുക. അത് ഈ പറഞ്ഞ ഭക്തന്മാരാരും ചെയ്തിട്ടില്ല. അവനവനെ തന്നെ എടുത്തിട്ട് ഭഗവാന് കൊടുത്തത് അതാകെ ചെയ്തിട്ടുള്ള മഹാബലിയാണ്. അതുകൊണ്ടാണ് ഭക്തന്മാരിൽ വെച്ചിട്ട് മഹാബലിക്ക് ഇത്രയും ഉയർന്ന സ്ഥാനം കൊടുക്കാൻ കാരണം. അടുത്ത കൽപ്പത്തിൽ ഇന്ദ്രനാണ് മഹാബലി. ഇന്ദ്രനൊരു പദവിയാണ്, ഇന്ദ്രനൊരാളല്ല. ശിവനൊരു പദവിയാണ്, ശാസ്താവ് ഒരു പദവിയാണ്. അതിലേക്ക് എത്തിച്ചേരുന്നവർക്ക് കൊടുക്കുന്ന പദവി നാമമാണത്. അതുപോലെ അടുത്ത കൽപ്പത്തിൽ മഹാബലിയാണ് ഇന്ദ്രൻ, ദേവരാജാവ്. അപ്പോൾ അദ്ദേഹത്തിനെ അതുവരെയും സുതലത്തിൽ സംരക്ഷിച്ച് കാത്തുരക്ഷിച്ചുകൊണ്ട് വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇന്നും കാവൽ നിൽക്കുന്നുണ്ടെന്നാണ് സങ്കല്പം. നമ്മൾ മലയാളികൾ മഹാബലി നമ്മുടെ രാജാവായിരുന്നു എന്നൊക്കെ പറയും. പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയതെന്നും പറയും. പരശുരാമൻ എത്രയോ കാലം മുമ്പുണ്ടായ അവതാരമാണ് വാമനൻ. അപ്പോൾ പിന്നെ കേരളം മഹാബലി എങ്ങനെയാണ് ഭരിച്ചതെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമില്ല. നർമ്മദയുടെ തീരത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു മഹാബലി. കേരളവുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവിടുന്ന് കുടിയേറിയ ആൾക്കാർ കൊണ്ടുവന്ന ഒരു കഥയായിരിക്കാം ഈ ഓണത്തിൻ്റെ പുറകിലുള്ള കഥ എന്ന് മാത്രം നമുക്ക് പറയാം. അല്ലാതെ ഈ ഭൂപ്രദേശത്തൊന്നും ആയിരുന്നില്ല ഈ കഥകളൊന്നും തന്നെ നടന്നത്. മാത്രമല്ല, ഈ ബലിയുടെ ഒരു യാഗത്തിൽ ഭഗവാൻ വാമനവേഷത്തിൽ വന്ന കഥയാണ് ഇനി ഇവിടെ ചുരുക്കി പറയണത്. ഈ കഥയും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് വിസ്തരിക്കുന്നില്ല. ഒരു ദിവസം മഹാബലി തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശുക്രാചാര്യനെ വിളിച്ചിട്ട് സൽക്കരിച്ചതിന് ശേഷം ഒരു സംശയം ചോദിച്ചു. ഇന്ദ്രൻ അമരാവതി വാഴുണ്ടല്ലോ, അദ്ദേഹം എൻ്റെ ചേട്ടനല്ലേ, എന്നിട്ട് എനിക്കെന്താ അവകാശമില്ലാത്തത്? ന്യായമായ ചോദ്യമാണ്. എനിക്കെന്തുകൊണ്ട് അവകാശമില്ല? എൻ്റെ ചേട്ടനാണെന്ന് പറയണു, പക്ഷേ എനിക്ക് അവകാശമില്ല. ശുക്രനപ്പോൾ മറുപടി കൊടുത്തു, അങ്ങയുടെ പൂർവികരൊക്കെ ഇതിനു വേണ്ടിയിട്ട് നിരന്തരം യുദ്ധം ചെയ്യുകയും കലഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവർ നശിച്ചും പോയി. മഹാവിഷ്ണുവിൻ്റെയും മറ്റ് ദേവന്മാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇന്ദ്രന് തൻ്റെ പദവി കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതിന് മറ്റൊരു മാർഗ്ഗമുണ്ട്. നമ്മൾ പറയും 2 തരം മാർഗ്ഗങ്ങളിലാണ് ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്നത്. ഒന്ന് കലാപം നടത്തിയിട്ട്, 2 ഭരണഘടനയ്ക്കനുസരിച്ചിട്ടും പിടിച്ചെടുക്കാം, അല്ലേ? പണ്ടിവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ സമരത്തിൻ്റെ മാർഗത്തിൽ പോയ കാലത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള സാർ ചേറ്റൂർ ശങ്കരൻ നായർ, അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാർ കൂടുതൽ വിദ്യാഭ്യാസം നേടണം, നല്ല പഠനമുണ്ടായാൽ, നല്ല ബിരുദങ്ങളുണ്ടായിട്ട് സർക്കാരിൽ തന്നെ, ഇന്ത്യൻ ബ്രിട്ടീഷ് സർക്കാരിൽ ജോലിക്ക് കയറുക. മാക്സിമം ഇന്ത്യക്കാർ കയറണം സർക്കാർ ജോലിയിൽ. ഈ ക്രമത്തിൽ പോയി കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സർക്കാർ തലത്തിൽ മുഴുവൻ ഇന്ത്യക്കാർ മാത്രമേ തീരും. വളരെ ഒട്ടും രക്തച്ചൊരിച്ചിലില്ലാണ്ട് തന്നെ ഭരണചക്രം നമ്മുടെ കയ്യിലേക്ക് വരും എന്നൊരാശയം അദ്ദേഹം പറയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അക്ഷയകുമാർ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ ഇപ്പോൾ വന്നിരുന്നല്ലോ, കേസരി 2 എന്ന് പറഞ്ഞിട്ട്. അത് അദ്ദേഹത്തിൻ്റെ കഥയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചിട്ട് അദ്ദേഹം വൈസ്രോയുടെ കൗൺസിലിൽ നിന്ന് രാജിവെച്ച കാലത്തെ ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ചൊരു ബയോഗ്രാഫിക്കൽ ഡോക്യുമെൻ്ററി ഞാൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട് അതിപ്പോഴും. മഹനീയതയുടെ ഓർമ്മചിത്രം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലുള്ള വെർഷൻ കാണാം യൂട്യൂബിൽ ഇപ്പോഴും. ഇംഗ്ലീഷ് വെർഷൻ ഇല്ല, മലയാളം വെർഷൻ ഇതിലുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് പോലെ ഭരണഘടനാപരമായിട്ട് പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ട് ഇന്ദ്രപദവി പിടിച്ചെടുക്കാൻ ഒരു മാർഗം കിടപ്പുണ്ട്. അത് ചെയ്യാൻ നോക്കിയവരൊക്കെ ഇന്ദ്രൻ വന്നിട്ട് അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. സമ്മതിക്കില്ല. 100 അശ്വമേധയാഗം ചെയ്താൽ മതി. 100 അശ്വമേധയാഗം ചെയ്താൽ ഇന്ദ്രന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം അത് ചെയ്ത ആൾക്ക്. ഇവിടെ മേഴത്തോളം അഗ്നിഹോത്രി വരെ
99 വരെ ചെയ്തു. 100ാമത്തത് ഇന്ദ്രൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് 100 തികച്ചിട്ട് ഒരു യാഗവും പൂർത്തിയാക്കാൻ ഇന്ദ്രൻ സമ്മതിക്കില്ല. അതിന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുൻപ് ഒരു മഹാകാര്യം, ഇവിടെ 100 പേരെ 100 ആചാര്യന്മാരുടെ ശതക്രതു യാഗം ചെയ്യുന്നത് അവസാനം 99 പേരെ വെച്ചിട്ട് ആണ് പൂർത്തിയാക്കേണ്ടി വന്നത്. 100 പേരെ തയ്ക്കാൻ ഈ ഇന്ദ്രൻ സമ്മതിക്കില്ല എന്ന് പറയും. ആ ദൃഷ്ടാന്തത്തിനുണ്ടായിട്ടുള്ള നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് വള്ളിയൂർ. 100 തയ്ക്കാൻ സമ്മതിക്കില്ല. അത് ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ബലിക്ക് തോന്നി, ശരിയാണല്ലോ, എന്തിനാ വെറുതെ ചേട്ടൻ്റെ അടുത്ത് യുദ്ധത്തിന് പോകണം? അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 100 യാഗം കഴിക്കാം. അങ്ങനെ അദ്ദേഹത്തിനുള്ള റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം യാഗം തുടങ്ങി. ശുക്രാചാര്യർ പറഞ്ഞിട്ടുള്ള സത്യമാണ്. തൻ്റെ ഗുരുനാഥൻ്റെ വാക്ക് 100% എടുത്തിട്ട് യാഗം ചെയ്യാനായിട്ട് വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരെയൊക്കെ വിളിച്ച് ഭൃഗുമഹർഷിയൊക്കെ ആദരിച്ച് ദക്ഷിണയൊക്കെ കൊടുത്ത് ആചാര്യവരണം നടത്തിയിട്ട് ശുഭമായിട്ടുള്ള മുഹൂർത്തത്തിൽ യാഗം തുടങ്ങി. അങ്ങനെ യാഗകുണ്ഡം തുടങ്ങിയിട്ടുള്ള അനവധി കാര്യങ്ങളൊക്കെ ചെയ്തു. വേദികൾ, മണ്ഡപങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് ഭൂമിദേവിയെ പൂജ കഴിച്ച് ഭൂമിദേവിയെ ശുദ്ധീകരിച്ച് ഭൂമിശോധന ചെയ്ത് കല്ല്, കരട് ഇതൊക്കെ മാറ്റി അഭ്യുദയ ശ്രാദ്ധം, നാന്തിമുഖ ശ്രാദ്ധം, സ്വസ്തിവാചനം ഇതെല്ലാം ചെയ്ത് സപ്തമാതൃക്കളെയൊക്കെ ആരാധിച്ച് യജ്ഞശാലയെ പ്രതിഷ്ഠിച്ച് മണ്ഡപദേവതകളെ വിവിധ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ബ്രാഹ്മണരെ കൊണ്ട് സ്ഥാപിച്ച് മഹാബലിയുടെ യാഗം തുടങ്ങി. ആ യാഗം തുടങ്ങിയതിൻ്റെ ഇതാണ്. അങ്ങനെ യാഗം ആരംഭിച്ചപ്പോൾ ബലി ഭാര്യയോടൊപ്പം നല്ല ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് യജ്ഞവേദിയിൽ വന്നിട്ട് യജമാനസ്ഥാനത്തിരുന്നു. സ്ത്രീകളൊക്കെ അവിടെ നടക്കണ യാഗത്തിൻ്റെ പ്രാരംഭം ആ ക്രമങ്ങളൊക്കെ നോക്കിക്കൊണ്ടുകൊണ്ടിരുന്നു. ബ്രാഹ്മണർ മന്ത്രജപം തുടങ്ങി. യാഗത്തിൻ്റെ വേദിയിൽ കൂടിയിരിക്കുന്നവരൊക്കെ പുരാണ കഥാശ്രവണം തുടങ്ങി. യാഗശാലയിൽ വേദഘോഷങ്ങൾ, സാമഗാനങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങി. ഇങ്ങനെ 99 അശ്വമേധയാഗങ്ങൾ നടന്നു. ആലോചിച്ച് നോക്കണം, ഒരു അശ്വമേധം നടത്താൻ 1 വർഷം കുറഞ്ഞത് വേണം. യാഗപശു എന്ന് പറയുന്നത് അതിലത്തെ കുതിരയാണ്. കുതിരയെ പൂജിച്ചിട്ട് കെട്ടഴിച്ചു വിടും. ഈ കുതിര അതിൻ്റെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോവും. അതിൻ്റെ പുറകിൽ വലിയൊരു സൈന്യവും പോവും. ഒന്നുമില്ലെങ്കിൽ അന്യരാജ്യത്ത് കയറുമ്പോൾ ആ രാജ്യക്കാരെ കുതിരയെ പിടിച്ചു കെട്ടണം. പിടിച്ചു കെട്ടിയാൽ ഈ സൈന്യമായിട്ട് യുദ്ധം ചെയ്യണം. അതല്ലെങ്കിൽ ആ കുതിരയ്ക്ക് വേണ്ട പുല്ലും തീറ്റയൊക്കെ കൊടുത്തിട്ട് ഈ കുതിര അഴിച്ചു വിട്ടുള്ള രാജാവിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കണം. അങ്ങനെ ഒരു ചെലവുമില്ലാണ്ട്, ഒരു രക്തച്ചൊരിച്ചിലില്ലാണ്ട് സാമ്രാജ്യ വിസ്തൃതി വരുത്താൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു അശ്വമേധം പണ്ടത്തെ കാലത്ത്. 100ാമത്തെ യാഗമായ സമയത്ത് ഇന്ദ്രന് പേടിയായി. ഇന്ദ്രൻ വേഗം ചെന്ന് മഹാവിഷ്ണുവിനെ അനവധി സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചിട്ട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു, വിരോചനൻ്റെ പുത്രൻ ബലി എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇന്ദ്രൻ്റെ ഉദ്ദേശം എന്താ, തന്നെ കൊണ്ട് ബലിയെ കൊല്ലിക്കാനാണ് പതിവ് പോലെ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്ര ഒരു കാര്യം മനസ്സിലാക്കണം, ബലി എൻ്റെ ഭക്തനാണ്. അവൻ്റെ യാഗത്തിൻ്റെ ഫലം ലഭിക്കുക തന്നെ വേണം. അവൻ ന്യായമുള്ളവനും പ്രജാവത്സലനുമാണ്. എന്താണെങ്കിലും അവനാ ഇന്ദ്രപദവി കിട്ടുന്നതിൻ്റെ ഒരു കാലം ഞാനൊന്ന് നീട്ടിത്തരാം. അതാണ് അടുത്ത കൽപ്പത്തിൽ ഇന്ദ്രനാവെന്ന് പറയണത്. യാഗം ഞാൻ മുടക്കില്ല എന്ന് പറഞ്ഞു. ഇതാരും വാമനൻ്റെ കഥ പറയുമ്പോൾ ശ്രദ്ധിക്കാറില്ല. വാസ്തവത്തിൽ ഭഗവാൻ ബലിയെ അനുഗ്രഹിച്ച് ഇന്നും കാവൽ നിൽക്കുക ചെയ്യുന്നു. ഇങ്ങനെ നിശ്ചയിച്ചിട്ട് വിഷ്ണു അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അതാണ് പയോവ്രതത്തിൻ്റെ സ്തുതിയൊക്കെ വരുന്നത് ഭാഗവത്തിൽ. പാല് മാത്രം വ്രതമായിട്ട് കഴിച്ചിട്ട് ഭഗവാനെ ആരാധിക്കാനാണ് അതിഥിയോട് കശ്യപൻ പറയണമെന്നൊക്കെ ഭാഗവതത്തിൽ. ആ പയോവ്രതം എടുത്തിട്ടുള്ള അതിഥിക്ക് 9ാം മാസത്തിൽ ഭഗവാൻ ജനിച്ചു. കശ്യപൻ വേണ്ടതുപോലെ ആഘോഷിച്ചു. പിറന്ന് വീണ ഉടനെ എന്നെ വളർന്നിട്ട് ഒരു കുള്ളനായിട്ടുള്ള വടു എന്ന് പറയും വാമന രൂപത്തിൽ ഒരു ബ്രഹ്മചാരിയുടെ രൂപമെടുത്തു. അങ്ങനെ ഭൂഭാരം ഇല്ലാതാക്കാനാണ് ഈ മനുഷ്യാവതാരം എടുത്തിരിക്കണമെന്ന് കശ്യപന് മനസ്സിലായി. ബാലനായിട്ടുള്ള വാമന് ജാതകർമാദികളൊക്കെ നിർവഹിച്ചു. നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം ഇതെല്ലാം കഴിച്ച് 5ാം വയസ്സിൽ വ്രതബന്ധം ചെയ്തിട്ട് അക്ഷരാഭ്യാസത്തിന് യോഗ്യനാക്കി. പഠിക്കാൻ 5ാം വയസ്സിൽ അന്ന് സ്കൂളിൽ ചേർത്തുക. അതാണ് 5ാം വയസ്സിൽ അക്ഷരാഭ്യാസത്തിന് യോഗ്യനാക്കി വിദ്യാരംഭം ചെയ്തിട്ട്. ബാലനായിട്ടുള്ള ആ വാമനെ കശ്യപൻ സകല വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിച്ചു. വേദാംഗച്ച ഉപനിഷത്ത്. ഒരു ദിവസം അദ്ദേഹം വാമനൻ പിതാവിൻ്റെ അടുത്ത് ദേവന്മാർക്ക് മുൻകാലത്തുണ്ടായിരുന്നുള്ള പദവി എങ്ങനെയാണ് നമ്മൾ നേടിക്കൊടുക്കുക ചോദിച്ചു. അതിൻ്റെ ഉള്ള ഉപദേശം എന്നുള്ള നിലയ്ക്ക് വാമനന് കശ്യപൻ ഗണപതി ഭഗവാന്റെ 6 അക്ഷരമുള്ള ഷഡക്ഷര മന്ത്രം ഉപദേശിച്ചു എന്നാണ് ഗണേശപുരാണം പറഞ്ഞത്. തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞു.
എല്ലാ കാര്യങ്ങളും നേടാൻ, തടസ്സമില്ലാണ്ട് നേടാൻ ആ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായേ പറ്റൂ. അതനുസരിച്ചിട്ടൊരു ശുഭമുഹൂർത്തത്തിൽ വാമനൻ തപസ്സിന് ഉചിതമായിട്ടൊരു സ്ഥാനം കണ്ടെത്തി അവിടെ ഇരുന്നിട്ട് ജപം തുടങ്ങി. അനവധി കാലം അവിടെ ഒരു പൊയ്കയുടെ തീരത്തിരുന്നിട്ട് പത്മാസനത്തിൽ ഇരുന്നിട്ട് വാമനൻ തപസ് ചെയ്തു. ഒരു വർഷക്കാലം പൂർത്തിയായപ്പോൾ നിരാഹാരനായി ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ധ്യാനത്തിൽ മുഴുകി. ആ സമയത്ത് ഗണപതി ഭഗവാൻ പത്നിമാരോട് കൂടിയിട്ട് മയിലിൻ്റെ പുറത്ത് മയൂരവാഹനനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗണനാഥനെ വാമനൻ വന്ദിച്ചു, സ്തോത്രങ്ങൾ നിർമ്മിച്ച് സ്തുതിക്കുകയും ചെയ്തു. ആ സ്തുതി കേട്ട് പ്രസന്നനായിട്ടുള്ള ഗണപതി വാമനൻ്റെ അടുത്ത് വരം ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ബലി ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാശിയോട് കൂടിയിട്ട് യാഗമനുഷ്ഠിക്കണ കാര്യം വാമനൻ പറഞ്ഞു. ഇന്ദ്രൻ ഇപ്പം രക്ഷയ്ക്കായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ആ യാഗത്തിനെ നിർത്തലാക്കിയിട്ട് എനിക്ക് ബലിക്ക് വേണ്ടൊരു സ്ഥാനവും കൊടുക്കണം, ഇന്ദ്രൻ്റെ അഭിപ്രായവും രക്ഷിക്കണം, ഇതിനുള്ള അനുഗ്രഹം തരണം എന്ന് പറഞ്ഞു. അങ്ങ് എന്താഗ്രഹിക്കണോ അത് നടക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഗണപതി മറഞ്ഞു. വാമനൻ ആ സ്ഥലത്ത്, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം പണിയിച്ചിട്ട് 3 നേരം ഭഗവാനെ പൂജിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ട് സ്വന്തം വീട്ടിലെത്തി. ഗണപതി ഭഗവാൻ ആ പ്രത്യക്ഷപ്പെട്ട രൂപത്തിനെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. 10 കരങ്ങളുള്ള ദശഭുജ ഗണപതിയുടെ അവതാരം നേരത്തെ വായിച്ചു, കർപ്പൂരം കാണിച്ചു. ആ പ്രത്യക്ഷപ്പെട്ടതാണ്. നമ്മളിതൊന്നും നമുക്ക് വിസ്തരിക്കാൻ, കഥ വിസ്തരിച്ച് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ഗുരുവായൂരപ്പൻ ക്ഷമിക്കട്ടെ, ഗണപതി ഭഗവാനും ക്ഷമിക്കട്ടെ. അതിനുശേഷം വാമനൻ ബ്രഹ്മചാരിയുടെ രൂപത്തിൽ ദണ്ടും കൃഷ്ണാജിനവും ധരിച്ചിട്ട്, കൃഷ്ണാജിന വെച്ചാൽ കറുത്ത കൃഷ്ണമൃഗം, മാനിൻ്റെ തോല് അത് ധരിച്ചിട്ട് ബലിയുടെ യാഗശാലയിലെത്തി. പൊക്കം കുറഞ്ഞിട്ടുള്ള ആ കുട്ടിയെ കണ്ടിട്ട്, അതേപോലെ അവൻ്റെ തേജസ് കണ്ടിട്ട് എല്ലാവരും അതിശയിച്ചു. വാമനെ കണ്ടിട്ട് ബലി എഴുന്നേറ്റ് സ്വീകരിച്ച് ആനയിച്ച് മുന്നിലിരുത്തി, ജലം വീഴ്ത്തി, പാദം കഴുകി, അർഘ്യം കൊടുത്ത് സിംഹാസനത്തിലിരുത്തി. ആരാ, എവിടുന്നാ വരണേ, ഇത്ര ചെറുപ്രായത്തിൽ തന്നെ നടക്കണം, എന്താ, അച്ഛനമ്മമാരാരാ, എവിടെയാ വീട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ അച്ഛനമ്മമാരാരാന്ന് എനിക്കറിയില്ല, ഓർമ്മ വന്നപ്പോൾ പോൽക്ക് ഞാനുണ്ട്, എനിക്ക് ആരുമില്ല വേറെ, ഞാൻ അനാഥനാണ് എന്ന് പറഞ്ഞു ഭഗവാൻ. ആലോചിച്ച് നോക്കൂ, ഗുരുവായൂരപ്പൻ പറയാണ് ഞാൻ അനാഥനാണെന്ന്. സത്യമാണ്, ഗുരുവായൂരപ്പൻ അനാഥനാണ്. ഇങ്ങനെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു അനാഥനെ വേറെ കാണാൻ കിട്ടില്ല. സത്യമായിട്ടും പറയണം. അത് ഗുരുവായൂരപ്പനോട് അവിടെ ചെന്ന് നിന്നാലേ മനസ്സിലാവുള്ളൂ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്. നമ്മളൊക്കെ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങേരുടെ കാൽക്കൽ കിടന്നിട്ട് കരഞ്ഞു വിളിക്കുക. അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് ആരും ചോദിക്കാറില്ല. ഉള്ളതുകൂടെ മുടക്കുന്ന മഹാത്മാക്കളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും. അതാണ് അവസ്ഥ. അപ്പോൾ 3 കാൽച്ചുവട് കൊണ്ട് അളന്നെടുക്കാവുന്ന 3 അടി ഭൂമി മാത്രമേ എനിക്ക് വേണ്ടൂ പറഞ്ഞു. വേറൊന്നും ആവശ്യമില്ല. അതിൽ ഒരു ചെറിയ പർണശാല കെട്ടിയിട്ട്, ഒരു ചെറിയ ആശ്രമം കെട്ടിയിട്ട് ഞാൻ അവിടെ താമസിച്ചോളാം, അതിൽ കൂടുതലൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ദാനം ചെയ്യാനൊരുങ്ങിയിട്ടുള്ള ബലിയെ ആചാര്യനായിട്ടുള്ള ശുക്രൻ തടഞ്ഞു. ഇദ്ദേഹം ബ്രാഹ്മണനല്ല, കള്ളവേഷം ധരിച്ചു വന്നിട്ടുള്ള നാരായണനാണ്. 3 കാലടി വെച്ചിട്ട് 3 ലോകം അളക്കാൻ ശക്തനാണ്. അതുകൊണ്ട് ഇങ്ങേർക്ക് ഒന്നും കൊടുക്കരുത്, പറഞ്ഞു വിടണം പറഞ്ഞു. ബലി പറഞ്ഞു, ആചാര്യ, ഇദ്ദേഹം വിഷ്ണു ആണെങ്കിൽ ഒന്നും നൽകാണ്ടിരുന്നാൽ ഇന്നേ വരെ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ ആ പുണ്യം മുഴുവൻ നഷ്ടപ്പെടും. ഭഗവാനാണ് വന്നിട്ട് ചോദിക്കണത്. ഇദ്ദേഹത്തെക്കാൾ മഹാനായിട്ടുള്ള വേറെ ആരെയാണ് ഞാൻ ഈ ഭൂമണ്ഡലത്തിലും സ്വർഗത്തിലും നരകത്തിലും പാതാളത്തിലും മറ്റേത് ലോകത്തിൽ പോയാലും കാണാൻ പറ്റുക? ആ ഭഗവാനാണ് എൻ്റെ മുന്നിൽ വന്നിട്ട് ദാനം ചോദിക്കണം, അതുകൊണ്ട് എനിക്ക് ഭഗവാന് കൊടുത്തേ പറ്റൂന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് വാമനൻ്റെ അടുത്ത് അങ്ങേക്ക് ഇഷ്ടമുള്ള ദാനം ഞാൻ തരാം എന്ന് പറഞ്ഞു. ദാനത്തിനായിട്ട് ആ കിണ്ടിയിലുള്ള വെള്ളം ഒഴിക്കാൻ മഹാബലി പോയപ്പോൾ ശുക്രാചാര്യൻ അതിന് തടസ്സമായിട്ട് പാത്രത്തിൻ്റെ ദ്വാരമടച്ചുകൊണ്ട് സൂക്ഷ്മരൂപിയായിട്ട് ആ നാളിയുടെ ഉള്ളിൽ കയറിയിരുന്നു. ചിലർ പറയുന്നതൊരു വണ്ടായിട്ടാണെന്ന്. അങ്ങനെ ഇരുന്നു. വാമനൻ കൂർത്ത ഒരു ദർഭയുടെ പുല്ലെടുത്തിട്ട്, ഓ കിണ്ടിയുടെ ഓട്ടം അടഞ്ഞോ എന്ന് ചോദിച്ചിട്ടൊരു കുത്തു വെച്ച് കൊടുത്തു. അതോടുകൂടി ശുക്രൻ്റെ ഒരു കണ്ണിലത് കൊണ്ടതും ശുക്രൻ്റെ കണ്ണ് പൊട്ടിപ്പോയി. വേദന കൊണ്ട് ശുക്രൻ പുറത്തേക്ക് വന്നു. തടസ്സം നീങ്ങിയ ഉടനെ ബലി വാമനൻ്റെ കയ്യിൽ ദാനജലം കൊടുത്തു. ഉടനെ തന്നെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വാമനൻ തൻ്റെ ശരീരം കൊണ്ടും വളർന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ത്രിവിക്രമമൂർത്തി എന്ന് പറയുന്ന ഭാവം ഭഗവാന്റെ. ഭഗവാനെ, ഭൂമിയും അന്തരീക്ഷവും ഒറ്റ കാൽവെപ്പുകൊണ്ട് അദ്ദേഹം വളർന്നു. പാതാളം കൊണ്ട് മറ്റൊരു കാൽവെപ്പും. ഇതം വിഷ്ണുർ വിചക്രമേ ത്രേധാനിത ദേവതം എന്നാണ് വിഷ്ണു സൂക്തം പറയണത്. അങ്ങനെ വിഷ്ണു വളർന്നു. അങ്ങനെ വളർന്ന് 3ാമത്തെ പാദം വെക്കാനിടല്ല, എവിടെയാണ് ഞാൻ വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബലി തൻ്റെ
അവസ്ഥ മനസ്സിലാക്കിയിട്ട് തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തിട്ട് തന്നെ സമർപ്പിച്ചു ഭഗവാന്. ദാ ഈ ശിരസ്സിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബലിയോട് സുതലത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. കാരണം ഭൂമി മുഴുവൻ ഈ ലോകങ്ങളൊക്കെ ഭഗവാന്റേതായപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പോകാൻ സ്ഥലമില്ല. സുതലത്തിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങില്ലാണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു വാമനൻ്റെ അടുത്ത് ഭഗവാൻ ബലി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം, പിന്നീട് ഇപ്പം ഇന്ദ്രൻ എൻ്റെ സഹായം ചോദിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ദ്രനെ സഹായിക്കേണ്ട ചുമതലയുണ്ട്. അവിടുന്ന് എൻ്റെ ഭക്തനായതുകൊണ്ട് വൈകാണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ അടുത്തേക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് വാമനൻ അന്തർധാനം ചെയ്യുന്ന കഥ ബ്രഹ്മദേവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വ്യാസമഹർഷി ചോദിക്കുക, നേരത്തെ അങ്ങ് പകുതി പറഞ്ഞു തുടങ്ങിയിട്ട് പറയാണ്ട് വിട്ടൊരു കഥയുണ്ടല്ലോ, ശമീപത്രത്തിൻ്റെ മാഹാത്മ്യം എന്താ, വന്യമരത്തിൻ്റെ മാഹാത്മ്യം എന്താ? കറുകയുടെ മാഹാത്മ്യം നമ്മൾ കേട്ടതാ അല്ലേ? ഒന്നാം ദിവസം വൈകുന്നേരം നമ്മൾ കേട്ടതാണ്. ഇന്ന് ശമീപത്രത്തിൻ്റെ മാഹാത്മ്യം പറയണു. ശമീപത്രം അഥവാ വന്യയിലയുടെ മാഹാത്മ്യം പറയാം. പ്രിയവ്രതൻ എന്ന് പേരായിട്ടുള്ള രാജാവിൻ്റെ അടുത്ത് ഗണപതി ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ഈ കഥ. യാഗത്തിനോ ദാനത്തിനോ അതുപോലെ വ്രതങ്ങൾക്കോ കൊടുക്കാൻ പറ്റാത്ത പുണ്യം വന്യമരത്തിൻ്റെ ഇലയ്ക്കുണ്ട്. ശമി എന്ന് പേര് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള പാപം മാറും. നാക്ക് ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ട് നാക്ക് നശിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും മനുഷ്യർ. അത് മാറാൻ വെറുതെ ശമി എന്ന വാക്ക് പറഞ്ഞാൽ മതി. ശമി എന്ന് പറഞ്ഞാൽ വന്യമരം, ആ വാക്ക് പറഞ്ഞാൽ മതി, ഓർത്താൽ മതി വന്യമരത്തിനെ. അതോടുകൂടി മനസ്സുകൊണ്ടുള്ള പാപം തീരും, തൊട്ടാൽ ദേഹം കൊണ്ടുള്ള പാപം തീരും. എന്താഗ്രഹവും സാധിപ്പിച്ചു തരാൻ വന്യമരത്തിൻ്റെ ഇലയ്ക്ക് കഴിവുണ്ട്. അപ്പോൾ വ്യാസൻ ചോദിക്കും, ആരാണ് പിതാമഹ ഈ പ്രിയവ്രതൻ? അപ്പോൾ ഉടനെ ബ്രഹ്മാവ് പറയും, പറഞ്ഞുതരാം. അത് പറയണമെങ്കിൽ ആദ്യം പണ്ട് ശ്രീപാർവതിയും മഹാദേവനും തമ്മിലുണ്ടായിട്ടുള്ള സംഭാഷണത്തിനെക്കുറിച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ശമി എങ്ങനെയാണ് അഥവാ വന്യമരം എങ്ങനെയാണ് ഗണപതിക്ക് ഇഷ്ടപ്പെട്ടതായത് എന്ന് പറഞ്ഞു തരണേ മഹാദേവാന്ന് ഒരു തവണ ശ്രീപാർവതി ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അതിനൊരു മറുപടിയായിട്ടൊരു കഥ പറഞ്ഞു. ആ കഥയാണ് ഈ പ്രിയവ്രതൻ്റെ കഥ. പഴയ കാലത്ത് സത്യശീലനായിട്ട് ധർമ്മിഷ്ഠനായിട്ട് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കണേൽ വളരെയധികം താല്പര്യത്തോടു കൂടിയിട്ട് പ്രിയവ്രതൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ടായിരുന്നു. വളരെ ദാനശീലനായിരുന്നു അദ്ദേഹം. വേദശാസ്ത്രാദികളിൽ അസാമാന്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. വലിയൊരു ചതുരംഗ സൈന്യം ഉണ്ടായിരുന്നു. പ്രജകളെയൊക്കെ സ്വന്തം മക്കളെപ്പോലെ പാലിച്ചിരുന്ന വിചിത്രമായിട്ടുള്ള, ഇന്നത്തെ കാലത്തേക്ക് നോക്കിയാൽ അന്ന് വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ജനങ്ങളെ സ്വന്തം മക്കളെപ്പോലെ നോക്കണ രാജാക്കന്മാർ. കീർത്തി എന്നും പ്രഭ എന്നും പേരുള്ള 2 ഭാര്യമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ധൂർത്തനും കുശലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെ പേര്. അവരുടെ സഹായത്തോടു കൂടിയിട്ട് രാജാവ് സൽഭരണം കാഴ്ചവെച്ചു. കുറച്ചു കാലം കഴിയുമ്പോൾ രാജാവിന് ഈ കീർത്തി എന്നുള്ള ഭാര്യയെക്കാട്ടിലും കൂടുതൽ സ്നേഹം പ്രഭ എന്ന് പറയുന്ന 2ാമത്തെ ഭാര്യയും കൂടുതൽ ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീയോടായി അദ്ദേഹത്തിൻ്റെ ഇഷ്ടം കൂടുതൽ. ഏതു നേരവും സ്വയം അലങ്കരിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നതിലാണ് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല എവിടെ രാജാവ് പോയാലും അവളാ കൂടെ ഉണ്ടാവുക. രാജാവിന് ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടായി. മാത്രമല്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കീർത്തി എന്ന് പറഞ്ഞിട്ട് താൻ ആദ്യം കല്യാണം കഴിച്ച ഒരു ദേവി ഉണ്ടെന്ന് പോലും അദ്ദേഹം മറന്ന അവസ്ഥയായി. കുറച്ച് കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി, അവൾ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അവൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരുന്നാൽ പോലും രാജാവ് ആ കൊട്ടാരത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കില്ല. കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ അവളോട് സംസാരിക്കൽ പോലും നിന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് രാജാവിന് ഈ 2ാമത്തെ ഭാര്യയായിട്ടുള്ള പ്രഭയിൽ ഒരു മകനുണ്ടായി. ആ മകന് പത്മനാഭൻ എന്ന് പേരിട്ടു. അച്ഛനേക്കാളും വലിയ പരാക്രമിയായിരുന്നു ഈ പത്മനാഭൻ എന്ന് പറഞ്ഞ മകൻ. യഥാകാലം ആ കുട്ടിക്ക് പൂണൂലിട്ട് കൊടുത്തു. ക്ഷത്രിയന്മാർക്ക് ഉപനയനം നടത്തും. ബ്രാഹ്മണർക്ക് മാത്രമല്ല, ക്ഷത്രിയൻ വൈശ്യൻ വരെയുള്ളവർ പഴയകാലത്ത് പൂണൂലിട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഉപനയനം നടത്തി, വിദ്യാഭ്യാസം നടത്തി. ഉചിതമായിട്ടുള്ളൊരു പ്രായമായപ്പോൾ പാഞ്ചാല രാജ്യത്തെ കന്യകയെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു. അങ്ങനെ പ്രിയവ്രതൻ തൻ്റെ 2ാം ഭാര്യയ്ക്കും അതിലുണ്ടായ മകനും ആ മകൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ് എന്നും ജീവിച്ചത്. ആദ്യത്തെ ഭാര്യയെ തിരിഞ്ഞു നോക്കിയില്ല. കാൽക്കൽ വീണു ഒരു ദിവസം നമസ്കരിച്ച അവളെ കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് വരെ പ്രിയവ്രതൻ പോകുന്ന തരത്തിലേക്ക് മോശമായി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആദ്യത്തെ ഭാര്യയോട്. രാജാവിൻ്റെ ഈ പെരുമാറ്റത്തിൽ മനം നൊന്ത ആ ഭാര്യ, മക്കളുമില്ല, ഭർത്താവാണെങ്കിൽ ഇങ്ങനെ, പേരിന് മാത്രം താനാണ് പ്രധാന രാജ്ഞി, ആരുടെ അടുത്താ ഈ വിഷമം പറയേണ്ടതെന്ന് അറിയാണ്ട്
ഒരു ദിവസം ജീവിതം ഒരർത്ഥവുമില്ലാത്തത് കൊണ്ട്, എന്നാൽ അതേസമയം ആത്മഹത്യ പാപമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് മരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം ഉപേക്ഷിച്ചു. ശരീരത്തിനെ മെലിയിപ്പിച്ച് വൈകാണ്ടം മരിച്ചു പോകാൻ വേണ്ടിയിട്ട്. വിഷം കുടിച്ചാലോ എന്ന് ആലോചിച്ചു, പിന്നെ വേണ്ട വെച്ചു. വെള്ളത്തിൽ ചാടിയാലോ എന്ന് ആലോചിച്ചു, വേണ്ടാന്ന് വെച്ചു. കാരണം ആത്മഹത്യ ചെയ്താലുള്ള ഭീകരാവസ്ഥ ആലോചിച്ചിട്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ. ഇങ്ങനെ ചിന്താകുലയായിട്ട് കഴിയണ കാലത്ത് ഒരു മഹാബ്രാഹ്മണൻ ആ വഴിക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദേവലൻ എന്നായിരുന്നു. അദ്ദേഹം ഈ ദേവിയെ കണ്ടപ്പോൾ, അമ്മ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണേ, എന്തൊരു സങ്കടം അമ്മയുടെ കണ്ണുകളിൽ, അമ്മ ഏതു നേരവും കരഞ്ഞുകൊണ്ടിരിക്കണവളായിട്ടും ഉറങ്ങാത്തവളായിട്ടും തോന്നണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അവസ്ഥ ഇതാണ്, രാജാവിൻ്റെ ഭാര്യയാണെങ്കിൽ അനാഥയെ പോലെയാണ് എൻ്റെ ജീവിതം പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ദുഃഖം മാറാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഗണപതി ഭഗവാനെ പൂജിക്കുക, മറ്റ് മാർഗമൊന്നുമില്ല. നമ്മൾ സാധാരണ മനുഷ്യരുടെ ദുഃഖം മാറ്റാൻ ഗണപതിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഉടനെ തന്നെ അവൾ അടുത്തുള്ള ഒരു ഗണപതി അമ്പലത്തിലെത്തി ആ ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി. ഭക്തിയോട് കൂടിയിട്ട് ആരാധിച്ചു. സാധിക്കുന്ന പോലെയൊക്കെ ഭഗവാനെ പൂജിച്ചു. ഇങ്ങനെ ദിവസം തോറും കീർത്തി പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ഗണപതി ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവളുടെ ജോലിക്കാരായിട്ടുള്ള സ്ത്രീകൾ അവൾക്ക് പൂജ കഴിക്കാൻ കറുകപ്പുല്ല് അന്വേഷിച്ചിട്ട് പോയി. അന്ന് കറുകപ്പുല്ല് കിട്ടിയില്ല. പക്ഷേ വന്യമരത്തിൻ്റെ ഇല ധാരാളമായിട്ട് കണ്ടു. അത് പറിച്ചുകൊണ്ട് വന്നിട്ട് കൊണ്ടുവന്നു. കറുക കിട്ടാനില്ല, തൽക്കാലം ഇത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്യമരത്തിൻ്റെ ഇലയെങ്കിലും കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ചു കീർത്തി. അത് കൊണ്ടുവന്നിട്ട് അവൾ സ്നേഹത്തോടു കൂടിയിട്ട് ഭഗവാൻ അർച്ചന കഴിച്ചു. അന്ന് രാത്രി ക്ഷീണം കാരണം കീർത്തി വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് പോയില്ല. ആ ക്ഷേത്രത്തിൽ തന്നെ കടന്നുറങ്ങി. അങ്ങനെ അവൾക്ക് ആ ക്ഷേത്രം വിട്ടു പോകാൻ തോന്നാത്ത അവസ്ഥ. ഒരു വർഷക്കാലം പകൽ പൂജ കഴിക്കും, രാത്രിയായി ആ ക്ഷേത്രത്തിൽ കിടന്നുറങ്ങും. കൊട്ടാരത്തിലേക്കേ പോയില്ല. ശരിയായിട്ടുള്ള ക്ഷേത്ര ഭജന, ഒരു വർഷക്കാലത്തെ സംവത്സര ഭജനം നടന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അമ്മ ഉണർന്നെണീറ്റപ്പോൾ ഇതാ മുന്നിൽ ഗണപതി ഭഗവാൻ നിൽക്കണു. ശമീപത്രം കൊണ്ട് ആരാധിച്ചതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ടായി. എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. അവൾക്ക് ഗദ്ഗതം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. കയ്യിൽ കിട്ടിയ നാക്കിൽ വന്ന വാക്കുകൾ കൊണ്ട് ആ ഭഗവാനെ, ആ പരബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഗണപതിയെ സ്തുതിച്ചു. പക്ഷേ ഭഗവാൻ അറിയാമല്ലോ അവളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് താമസിയാണ്ട് നിനക്ക് വശപ്പെടും, ഭക്തിമാനായിട്ടുള്ളൊരു മകനും നിനക്കുണ്ടാവും, അവന് നീ എൻ്റെ പേരിടണം, ക്ഷിപ്രപ്രസാദൻ എന്ന് പേരിടണം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവൻ പക്ഷം 3 വയസ്സാകുമ്പോൾ വിഷമുള്ളിപ്പോയിട്ട് മരിക്കും. ആ സമയത്ത് എൻ്റെ ഭക്തനായിട്ടുള്ള ഗൃത്സമതൻ എന്ന് പറയുന്ന മഹർഷി വരും, അവനെ പുനർജീവിപ്പിക്കും. അതുകൊണ്ട് അവൻ മരിച്ചാലും നീ വിഷമിക്കരുത്. അവൻ ഭാവിയിൽ രാജ്യം ഭരിക്കും, സത്യശീലനായിരിക്കും, ധർമ്മനിരതനായിരിക്കും. 3-ാം വയസ്സിൽ മരിക്കുക എന്നുള്ളത് അവൻ്റെ കർമ്മമാണ്. അതവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ ഗൃത്സമതം വന്ന് അവനെ ജീവിപ്പിച്ച് ചെയ്തോളൂ എന്ന് പറയും. ഇങ്ങനെ വരപ്രസാദം കിട്ടിയിട്ടുള്ള ആ കീർത്തി സന്തുഷ്ടയായിട്ട് വീട്ടിലേക്ക് പോയി. ഭഗവാനെ സ്മരിച്ചും ജപിച്ചും കാലം കഴിച്ചു കൂട്ടി. ഭഗവാന്റെ വരം സഫലമാകുമെന്ന് മനസ്സിലായി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ രാജാവായിട്ടുള്ള പ്രിയവ്രതൻ്റെ ഭാര്യ പ്രഭയ്ക്ക് രക്തത്തിൽ പിത്തം വർദ്ധിച്ചു, ബൈല് വർദ്ധിക്കാൻ തുടങ്ങി. ഒരുതരം ക്യാൻസർ തന്നെ ബ്ലഡിൽ. അങ്ങനെ അവൾ ശോഷിച്ചുണങ്ങി, അവളുടെ സൗന്ദര്യമൊക്കെ പോയി, വിരൂപയായി. അവളുടെ രൂപം ഭീകരമായി പോയപ്പോൾ രാജാവിന് അവളോട് വെറുപ്പായി. അപ്പോൾ അവളുടെ ശരീരത്തിനെയാണ് അയാൾ സ്നേഹിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം നമുക്ക്. അദ്ദേഹം വീണ്ടും പ്രഥമ ഭാര്യയായിട്ടുള്ള കീർത്തിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവളുടെ വീട്ടിൽ വന്ന് സ്ഥിരം താമസമായി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇയാൾ വന്നത് എന്ന് ദേവിക്കറിയാം. പക്ഷേ തൻ്റെ സപത്നിക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം വന്നതിൽ ആ ഉത്തമയായിട്ടുള്ള സ്ത്രീക്ക് വലിയ സങ്കടവും തോന്നി. എന്താണെങ്കിലും ഭർത്താവിൻ്റെ സ്നേഹവാത്സല്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ക്രമേണ അവൾ ഗർഭം ധരിച്ചു, സുന്ദരനായിട്ടുള്ളൊരു മകനെ പ്രസവിച്ചു. മകനുണ്ടായിട്ടുള്ള ആ സന്തോഷം കൊണ്ട് രാജാവ് എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തു. ജാതകർമ്മം ചെയ്തിട്ട് പേരിടാൻ പോയ സമയത്ത് അവൾ പറഞ്ഞു, അവന് ക്ഷിപ്രപ്രസാദൻ എന്ന് പേരിടണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പേരഞ്ഞിട്ടു. എന്താണെങ്കിലും ഈ കുട്ടി പൂർണ്ണചന്ദ്രനെ പോലെ വളർന്നു വരാൻ തുടങ്ങി. ഈ സംഭവം കണ്ടിട്ട് കീർത്തിക്ക് പ്രഭയോട് അനുകമ്പയും സങ്കടമുണ്ട്. അവൾക്ക് ഇങ്ങനൊരു ദുര്യോഗം വന്നല്ലോ എന്നുണ്ടെങ്കിലും അസുഖബാധിതയാണെങ്കിലും പ്രഭയ്ക്ക്
കീർത്തിയോട് കടുത്ത ദേഷ്യവും മനസ്സിൽ വിഷമാണ് തോന്നിയത് ഈ പുതുതായിട്ട് ജനിച്ച കുട്ടിയോടും ഇപ്പം ജനിച്ച കുഞ്ഞിനോടും. ന്യായമായിട്ടും ഭാവിയിൽ എൻ്റെ മകൻ രാജാവാകുന്നതിന് ഇവൻ ഭീഷണിയാവും, പത്മനാഭൻ രാജാവാകുന്നതിന് ഇവൻ ഭീഷണിയാവും അവളുടെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് ഏകദേശം 3 വയസ്സായ കാലത്ത് ചോറിൽ വിഷം കലർത്തിയിട്ട് ആ കുട്ടിക്ക് കൊടുത്തു. ചോറുണ്ട ആ കുട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ തുറിച്ച് ആകെ വെപ്രാളപ്പെട്ട് താഴെ വീണു. ഒന്നും അറിയാത്ത പോലെ പ്രഭ ഒച്ച വെച്ചിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി, അയ്യോ കുട്ടിക്ക് എന്തോ പറ്റി, കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു. കീർത്തി ഓടി വന്നു. തൻ്റെ മകൻ നിലത്ത് വീണ് പടയണമെന്ന് കണ്ടിട്ട് രാജാവ് വന്നിട്ട് വൈദ്യന്മാരെ കൽപ്പിച്ച് വിളിച്ചു വരുത്തി മരുന്നൊക്കെ കൊടുപ്പിച്ചു. മന്ത്രവും ഔഷധവും ഒന്നും ഭരിക്കാത്ത അവസ്ഥയാണ്, കടുത്ത വിഷമാണ് ബാധിച്ചിരിക്കുന്നത്, അതും കൈവശമായിട്ട് ഭക്ഷണത്തിൽ വിഷമായിട്ടാണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. രാജാവിന് മനസ്സിലായി പ്രഭയാണ് കൊടുത്തതെന്ന്. പ്രഭയെ കൊട്ടാരത്ത് നിന്ന് ആട്ടിപ്പായിച്ചു. കീർത്തി തൻ്റെ തോഴിമാരോടൊപ്പം ആ ബാലനെ എടുത്തിട്ട് കാട്ടിലേക്ക് പുറപ്പെട്ടു. നഗരമൊക്കെ വിട്ട് ഒരു യോജന പോയപ്പോഴേക്കും, ഒരു യോജന വെച്ചാൽ 13 കിലോമീറ്റർ, ഒരു യോജന ചെന്നപ്പോഴേക്കും തണുത്തു തുടങ്ങി കുട്ടിയുടെ ശരീരം. അപ്പോൾ കുട്ടി മരിച്ചു എന്ന് മനസ്സിലായി. പക്ഷേ ആദ്യം അവൾ കരഞ്ഞു, ബോധം കെട്ടു. അപ്പോഴേക്കും അവളെ താങ്ങി. ബോധം വന്നപ്പോൾ പക്ഷെ അവൾക്ക് ഓർമ്മ വന്നു ഭഗവാന്റെ വാക്ക്, ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ കുട്ടി മരിക്കും, ആ സമയത്ത് ഗൃത്സമതം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ശവശരീരം അവിടെ വെച്ചിട്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. എവിടെയാണോ വീണത് അവിടെ തന്നെ ഇരുന്നു. ആ സമയത്ത് ഗൃത്സമത മഹർഷി ആ വഴിക്ക് വന്നു. ഞാൻ ചുരുക്കിയാണ് പറയണത്, ഒരു വലിയ എപ്പിസോഡാണ്. ഗൃത്സമതം മരണം കണ്ടു. ഗൃത്സമതൻ്റെ കഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിതൃത്വത്തിനെ കുറിച്ച് മുകുന്ദയുടെയും രുക്മാംഗതൻ്റെയും രുക്മാംഗത വേഷം കെട്ടിവന്ന് ഇന്ദ്രൻ്റെയും പുത്രനായിരുന്നു അദ്ദേഹം, ഗണപതിയുടെ ഭക്തൻ. ആ ഗൃത്സമത മഹർഷി ദയയോട് കൂടിയിട്ട് ആ ദേവിയെയും ആ മൃതനായി കിടക്കുന്ന ബാലിനെയും നോക്കി. കീർത്തി അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് ഗണപതി ഭഗവാന്റെ വാചകങ്ങൾ തൊട്ടിട്ട് എല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു. അവിടുന്ന് എൻ്റെ മകനെ അങ്ങയുടെ തപോബലം കൊണ്ട് ജീവിപ്പിക്കണം. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഞാനിവന് ക്ഷിപ്രപ്രസാദൻ എന്ന് പേരിട്ടത്. എൻ്റെ സപത്നി, എൻ്റെ ഭർത്താവിൻ്റെ 2ാമത്തെ ഭാര്യ വൈരാഗ്യം കൊണ്ട് ഇവന് വിഷം കൊടുത്തു, ഈ അവസ്ഥയിലായി എന്ന് പറഞ്ഞു. മഹർഷി ധ്യാനിച്ചു. അടുത്ത നിമിഷം അദ്ദേഹത്തിന് അവൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ബോധ്യമായി. ശമീപത്രം കൊണ്ട് ഗണപതി ഭഗവാനെ ആരാധിച്ച പുണ്യം കൊണ്ട് വേണം ആ കുട്ടിയെ മരണമുഖത്തുനിന്ന് മോചിപ്പിക്കാൻ. അപ്പോൾ ഗൃത്സമതം മനസ്സിൽ സങ്കല്പം എടുത്തു, കയ്യിൽ ജലമൊഴിച്ചു. എന്നിട്ട് പറഞ്ഞു ഗണപതിയുടെ അടുത്ത്, ഭഗവാനെ ഞാൻ ഏതേതോ കാലം തൊട്ടിട്ട് അങ്ങേ ഞാൻ വന്യമരത്തിൻ്റെ ഇലകൾ കൊണ്ട് പൂജിച്ചിട്ടുണ്ട്. ആ പുണ്യം മുഴുവൻ എനിക്കുണ്ടെങ്കിൽ ആ പുണ്യത്തെ ഞാനിതാ ഈ കുഞ്ഞിന് കൊടുക്കണു, ഈ കുഞ്ഞ് ജീവിച്ചെണീക്കട്ടെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ആ ജലം വീഴ്ത്തിയപ്പോൾ ആ കുട്ടി ഉണർന്നെണീറ്റു. ഇതാണ് ശമീപത്ര മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ഈ മഹർഷി, ഗൃത്സമത മഹർഷി പണ്ട് നാരദനും ഇന്ദ്രനും തമ്മിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥ ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള കീർത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത കഥ. കീർത്തിക്ക് മകൻ ജീവിച്ചെഴുന്നേറ്റപ്പോൾ വളരെ സന്തോഷമായി. പക്ഷെ അതേസമയം തന്നെ ഈ ശമീപത്രത്തിൻ്റെ മാഹാത്മ്യം കൂടുതൽ അറിയണം എന്ന് തോന്നി. എപ്പോഴും 2 ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭഗവാന്റെ കാര്യം പറയാനുണ്ടാവുള്ളൂ. അവിടെ കുട്ടി മരിച്ചതുപോലും അല്ലെങ്കിൽ ആ കുട്ടി തിരിച്ചു വന്നതുപോലും ഇപ്പോൾ 2ാമത്തെ കാര്യമായി മാറി. കാരണം കീർത്തി ഗണപതിയുടെ ഭക്തയാണ്, ശമീവൃക്ഷത്തിൻ്റെ ഇലകളെ കൊണ്ട് പൂജിക്കണവളാണ്. ഗൃത്സമതൻ ഗണപതിയുടെ മഹാഭക്തനാണ്. ശമീവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് പൂജിച്ച പുണ്യത്തെ കൊടുത്തിട്ടാണ് കീർത്തിയുടെ മകനെ ജീവിപ്പിച്ചത്. അപ്പോൾ ആ അത്ഭുതമൊന്നുമല്ല അവിടെ വിഷയം, ശമീപത്രത്തിൻ്റെ മഹാത്മ്യം സംസാരിക്കലാണ് പിന്നെ അവരവിടെ 2 പേരും കൂടെ ചെയ്യുന്നത്. അങ്ങനെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൃത്സമതം പറയുക, ഒരിക്കൽ നാരദൻ തൻ്റെ പതിവ് ലോകസഞ്ചാരത്തിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രലോകത്ത് ചെന്നിട്ട് ഇന്ദ്രനെ കണ്ടു. കുശലപ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഔരവൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി അന്വേഷിച്ചു. നാരദൻ അതിന് മറുപടി കൊടുത്തു. മാളവം എന്നു പേരുള്ള രാജ്യത്ത് ഔരവൻ എന്നുള്ള പേരിലൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. വേദങ്ങളൊക്കെ പഠിച്ചൊരാളായിരുന്നു. മനസ്സുകൊണ്ട് പലതും സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം. മനസ്സുകൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുക, അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇമാജിനേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നർത്ഥം. സങ്കല്പിച്ചാൽ മതി ആ വസ്തു അവിടെ വരും. അങ്ങനെയുള്ള ഒരാൾ. ധർമ്മപത്നി, താൻ വിവാഹം ചെയ്ത സ്ത്രീയിൽ മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ബ്രഹ്മബോധം ഉറച്ച ആളായിരുന്നു. കല്ലാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അദ്ദേഹത്തിന് ഒരേപോലെയായിരുന്നു. തപസ്സിൻ്റെ അഗ്നി ധാരാളമുള്ള അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് സുമേധ എന്നായിരുന്നു. അത് നല്ല ബുദ്ധി. ആ വാക്കിൽ ഈ ഇവരുടെ പത്നിമാരുടെ പേരൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, നല്ല അർത്ഥവത്തായിരിക്കും. സുമേധ എന്നായിരുന്നു. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ
വ്രതം പോലെ ജീവിച്ചിട്ടുള്ള ഒരു സ്ത്രീ. അവർക്കൊരു മകളുണ്ടായി. അതിസുന്ദരിയായിട്ടുള്ള ആ കുട്ടിയുടെ പേര് ശമീക എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അവൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ആ അച്ഛൻ അവളോടുള്ള സ്നേഹം കാണിച്ചത്. അങ്ങനെ അവൾക്ക് 7 വയസ്സായപ്പോൾ തന്നെ ഉചിതനായിട്ടുള്ളൊരു ഭർത്താവിനെ കണ്ടെത്താനായിട്ട് അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൗമ്യ മഹർഷിയുടെ പുത്രൻ ഒരാളുണ്ട്. ആ ആൾ മിടുമിടുക്കനാണ്, അവൻ്റെ പേര് മന്ദാരൻ എന്നാണ് എന്ന് ഈ ഔരവൻ അറിഞ്ഞു. മന്ദാരൻ അക്കാലത്ത് ശൗനക മഹർഷിയുടെ ശിഷ്യനായിട്ട് ജീവിക്കുന്ന കാലമാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ കല്യാണം ആലോചിച്ചു. ബാല്യവിവാഹമായിട്ട് അക്കാലത്ത് ഒരു ശുഭദിനത്തിൽ ഈ മന്ദാരനും ശമീകയും തമ്മിലുള്ള വിവാഹം നടന്നു. വിവാഹശേഷം മന്ദാരൻ തൻ്റെ ആശ്രമത്തിലേക്ക് പോയി. ഈ പെൺകുട്ടി അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം തന്നെ ഇരുന്നു പ്രായപൂർത്തിയാവുന്നത് വരെ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശമീക യൗവനാവസ്ഥയിലായി. മന്ദാരൻ തൻ്റെ പഠനമൊക്കെ കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഭാര്യയെ പോയി കാണാം എന്ന് കരുതിയിട്ട് അവളുടെ വീട്ടിലെത്തി. അവിടെ വന്നപ്പോൾ അവർ വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി മരുമകനെ സ്വീകരിച്ചു. വസ്ത്രാഭരണാദികളൊക്കെ കൊടുത്തിട്ട് ഔരവൻ മകളെയും മരുമകനെയും യാത്രയാക്കി അവളെ മന്ദാരൻ്റെ കൂടെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളാണ്, ഒറ്റ മകളാണ്, അവളെ ഞാൻ തലയിൽ താഴ്ത്തും വെക്കാണ്ടേ വളർത്തിയത്, നീ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞിട്ട് മരുമകനെ ജാമാതാവിനെ യാത്രയാക്കി. അങ്ങനെ തന്നെ ചെയ്യാം എന്ന് സമ്മതിച്ചിട്ട് അദ്ദേഹം ആശ്രമത്തിൽ പോയി. കുറേ വർഷം നല്ല സന്തോഷമായിട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഗണപതി ഭക്തനായിട്ടുള്ള ഭൃശുണ്ഡി മഹർഷി അവിടെ എത്തി. സന്തോഷിച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി, ശിവനെ പറഞ്ഞ മാതിരി, സന്തോഷിച്ചാൽ ഈശൻ സന്താന ശാഖി പോൽ, കോപിച്ചാൽ കൽപ്പാന്താനലൻ പോലെ എന്ന് ദധീജി മഹർഷി മഹാദേവനെ പറ്റി പറയും ദക്ഷയാഗത്തിൽ, കഥകളിയിൽ. സന്തോഷിച്ചു കഴിഞ്ഞാൽ കൽപ്പവൃക്ഷമാണ് മഹാദേവൻ, ദേഷ്യം വന്നാൽ കത്തിച്ച് ചാമ്പലാക്കി കളയും. അതേപോലുള്ള ഒരാളാണ് ഈ ഭൃശുണ്ഡി മഹർഷി. ഭൃശുണ്ഡി എന്ന മഹർഷിക്ക് ആ പേര് വരാൻ കാരണം ഞാൻ മിനിയാന്നും ഇന്നലെയും ഒക്കെ ആവർത്തിച്ചിട്ടുണ്ട്. പുരികത്തിൻ്റെ ഇടയിൽ നിന്ന്, ഭ്രൂവിൻ്റെ മധ്യത്തുനിന്ന് ശുണ്ഠം തുമ്പിക്കൈ വളർന്നു വന്നവനായതുകൊണ്ട് കണ്ടാൽ ഗണപതിയെ പോലിരിക്കും. ഗണപതിയെ ആരാധിച്ചിട്ട് ഗണപതിയുടെ രൂപം കിട്ടിയിട്ടുള്ള, കണ്ടാൽ ഗണപതി തന്നെയാണ് തോന്നുന്ന ഒരു മഹർഷിയാണ് ഭൃശുണ്ഡി മഹർഷി. അപ്പോൾ അദ്ദേഹത്തിന് തടിച്ച വയറും ദീർഘമായിട്ടുള്ള ശരീരം, ദേഹത്ത് നിറച്ച ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടാണ് ഈ മഹർഷി നടക്കുക. കണ്ടാൽ ഗണപതി തന്നെ. അങ്ങനെ ഒരാൾ, അദ്ദേഹം എവിടേക്കോ പോകുന്ന യാത്രയുടെ ഇടയിലാണ് ഈ മന്ദാരൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തിയത്. മന്ദാരനും ശമീകി അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഈ ഭൃശുണ്ഡിയാണെന്നൊന്നും അറിയില്ല. ഒരു വിചിത്ര രൂപം, തുമ്പിക്കൈയുള്ള മനുഷ്യൻ, മൂക്കിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം, ഇങ്ങനെ നീണ്ടിട്ട്. അത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേർക്കും ആ യൗവനത്തിൻ്റെ തിളപ്പിൽ അദ്ദേഹത്തിനെ പരിഹസിച്ചിട്ട് പൊട്ടിച്ചിരിച്ചു, ഭാര്യയും ഭർത്താവും. അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അവരെ രണ്ടുപേരെയും ശപിച്ചു കളഞ്ഞു. ഒരു ജീവൻ പോലും, ഒരു ജീവി പോലും, ഒരു ജീവജാലം പോലും അടുത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുള്ള 2 മരങ്ങളായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെ ശപിച്ചു. അത് കേട്ടപ്പോൾ അവർക്ക് വലിയ സങ്കടം തോന്നി. പോയി നമസ്കരിച്ചിട്ട് പറഞ്ഞു, അപരാധം ക്ഷമിക്കണം, ഞങ്ങൾക്ക് അങ്ങേ മനസ്സിലായില്ല, ഞങ്ങൾ അങ്ങയുടെ പെട്ടെന്ന് ആ രൂപം കണ്ടപ്പോൾ യൗവനത്തിൻ്റെ ചാബല്യം കൊണ്ട് ചിരിച്ചു പോയതാ അവർ. അപ്പോൾ ഭൃശുണ്ഡി പറഞ്ഞു, എൻ്റെ ഈ തുമ്പിക്കൈ കണ്ടിട്ടല്ലേ നിങ്ങൾ ചിരിച്ചത്? തുമ്പിക്കൈയുള്ളവൻ ആരാണോ ആ ഭഗവാൻ സന്തോഷിക്കട്ടെ, അന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം ഉണ്ടാവും പറഞ്ഞിട്ട് പോയി. എനിക്ക് ഈ തുമ്പിക്കൈ തന്നൊരുത്തനുണ്ട്, അവൻ സന്തോഷിക്കണം, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം സ്ഥലം വിട്ടപ്പോൾ മന്ദാരനും ശമീകിയും വൃക്ഷങ്ങളായി. ആ മന്ദാരനാണ് മന്ദാര വൃക്ഷം. മന്ദാരപ്പൂ തരുന്ന ഗണപതിക്ക് വളരെ ഇഷ്ടമാണ് മന്ദാരപ്പൂ. മന്ദാരത്തിൻ്റെ വേരിൽ മന്ദാര ഗണപതി എന്ന് പറയും, ഭഗവാന്റെ രൂപം പ്രത്യക്ഷപ്പെടും. അതേപോലെ തന്നെ ശമീകം, മുള്ളുള്ള വന്യമരം. ഭാര്യ ശമിയായി, ശമീവൃക്ഷമായി, ഇത് മന്ദാരമായി എന്നാണ്. ഈ ശമീവൃക്ഷത്തിനും അനവധി മഹാത്മ്യം മറ്റു പുരാണങ്ങളിലൊക്കെ ഉണ്ട്. മഹാഭാരതത്തിൽ ശമീവൃക്ഷത്തിൻ്റെ കൊമ്പിലാണ് പാണ്ഡവന്മാർ അജ്ഞാതവാസത്തിന് പോകുമ്പോൾ അവരുടെ ആയുധങ്ങളൊക്കെ എടുത്ത് കെട്ടിവെക്കുക. പിന്നീട് തൃകർത്തകൻ്റെ നേതൃത്വത്തിലും കൗരവരുടെ നേതൃത്വത്തിലും വിരാടരാജ്യം പല ഭാഗത്തുനിന്ന് ആക്രമിക്കുമ്പോൾ ഒരു വശത്തേക്ക് ബൃഹന്നളയുടെ സാരഥ്യത്തിൽ ഉത്തരം പോകും, ഉത്തരം പേടിച്ച് വറക്കുകയും ചെയ്യും ദ്രോണരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സൈന്യത്തിനെ കണ്ടിട്ട്. അപ്പോൾ ബൃഹന്നള തേരെടുത്തിട്ട് കാട്ടിക്കൊണ്ടിട്ട് ഈ ശമീവൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ശവശരീരം കെട്ടിവെച്ച പോലെ ഒരു ഭാണ്ഡക്കെട്ട് താഴേക്ക് ഇറക്കും. ഉത്തരം പേടിച്ച് നോക്കി നിൽക്കുമ്പോൾ അത് തുറന്നിട്ട് ഗാന്ധീവത്തെ പുറത്തെടുക്കും. അപ്പോഴാണ് മനസ്സിലാവുക
ഇത്രയും കാലം എന്നെ ഡാൻസ് പഠിപ്പിച്ചിരുന്നത്, എന്നെ എൻ്റെ അനിയത്തിയൊക്കെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആൾ അർജുനനാണ് എന്ന് മനസ്സിലാവുന്നപ്പോഴാണ്. അപ്പോൾ ഈ ശമീവൃക്ഷത്തിലിരിക്കുക. പാണ്ഡവന്മാരുടെ കാലത്തും നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും പരദേവതയെ, നമ്മൾക്ക് വരിക്കപ്ലാവാണല്ലോ നമ്മുടെ അവിടെ പീഡുണ്ടാക്കാൻ ഉപയോഗിക്കുക. ഇപ്പം മച്ചിലെ ഭഗവതിയൊക്കെ വെക്കാനായിട്ട് നമ്മുടെ അവിടങ്ങളിലൊക്കെ ഭുവനേശ്വരി ആണെങ്കിലും ലോകപരമേശ്വരി ആണെങ്കിലും കാളിയാണെങ്കിലും ഒക്കെ നമ്മൾ വരിക്കപ്ലാവ ഉപയോഗിക്കുക. കാരണം വരിക്കപ്ലാവിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട്. വരിക്കപ്ലാവിൻ്റെ പലക സ്ത്രീകൾ കിടക്കാൻ ഉപയോഗിച്ചുകൂടാ. വരിക്കപ്ലാവിൻ്റെ കട്ടിലുകളിൽ ഒരിക്കലും സ്ത്രീകൾ കിടക്കരുത്. കാരണം സ്ത്രീകൾക്ക് അവരുടെ പീരീഡ് സൈക്കിളുകൾ മുഴുവൻ കുഴപ്പത്തിലാവും. കാരണം ആ സ്വർണത്തിൻ്റെ അംശം അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുള്ളതാണ്. പുരുഷന്മാർക്ക് മാത്രമേ വരിക്കപ്ലാവിൻ്റെ കട്ടിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ, ആവണപ്പലക ഉപയോഗിക്കാൻ പാടുള്ളൂ, കാലുകൊണ്ട് ചവിട്ടരുതത്. അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ട്. വരിക്കപ്ലാവ് സ്ത്രീക്ക് ഉപയോഗിക്കുന്നതാകെ ഭദ്രകാളിക്ക് വിഗ്രഹം ഉണ്ടാക്കാൻ മാത്രമാണ്. കൊടുങ്ങല്ലൂരമ്മ വരിക്കപ്ലാവാ, അസൽ വരിക്കപ്ലാവാണ് കൊടുങ്ങല്ലൂരമ്മ. അതേമാതിരി തിരുവാന്താംകുന്നിലമ്മ അതെ വരിക്കപ്ലാവാണ്. വളയനാടും അങ്ങനെയാണ്, വരിക്കപ്ലാവിൻ്റെ തടിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് കേരള സമ്പ്രദായത്തിൽ. നോർത്തിൽ പോയാൽ പരദേവതയുടെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ സ്ഥാപിക്കുക ശമീവൃക്ഷത്തിനെ, അതിൻ്റെ മരത്തിൻ്റെ കുറ്റിയിലാണ് പരദേവതയെ ആവാഹിക്കുക. അതുകൊണ്ട് ശമിയെ പൂജ കഴിച്ചാൽ പരദേവതയെ പൂജ കഴിച്ചാണെന്നാണ് നോർത്ത് ഇന്ത്യയിൽ പറയുക. അതിൽ മുള്ളുകളും ഉണ്ടാവും വന്യമരത്തിൽ. ഇങ്ങനെ മകളെയും കൂട്ടിയിട്ട് മരുമകൻ വീട്ടിൽ നിന്ന് പോയിട്ട് 1 മാസം കഴിഞ്ഞു. അവരവന് ഒരു വിവരവും കിട്ടുന്നില്ല മകളെക്കുറിച്ചിട്ട്. ആകെ സങ്കടമായി. ആൾക്കാരെ വിട്ട് അന്വേഷിപ്പിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അല്ല ഞാൻ തന്നെ പോവാം എന്ന് കരുതിയിട്ട് 2 ശിഷ്യന്മാരെയും കൂട്ടിന് വിളിച്ചിട്ട് അദ്ദേഹം മരുമകൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ആ വീടൊക്കെ അതേപടി തുറന്നു കിടക്കണു. അതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ചു വാരിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ കാലങ്ങളായി. ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ ഇരുന്ന് കേട് വന്നിട്ട് അത് ഉണങ്ങിപ്പോയിരിക്കുന്നു. മകളെയും ഭർത്താവിനെയും കാണാനില്ല. ആ പരിസരത്ത് നേരത്തെ മുമ്പ് വന്നപ്പോൾ കാണാത്ത 2 മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു മന്ദാരവും ഒരു വന്യമരവും. ഇത് ഞാൻ പണ്ട് ഇവൻ്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച് വന്ന കാലത്ത് വന്നപ്പോൾ കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. ഇനി എൻ്റെ കുട്ടികൾ പാമ്പിൻ്റെ കടിയോറ്റേറ്റും മരിച്ചോ അതോ വല്ല കടുവ വന്ന് പിടിച്ചുകൊണ്ട് പോയോ എന്നൊക്കെ ചോദിച്ചു. ചിന്തിച്ചിരുന്ന് അവർ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചപ്പോൾ ആ പരിസര പ്രദേശങ്ങളിലുള്ളവർ പറഞ്ഞു, അങ്ങയുടെ മകളും മകളുടെ ഭർത്താവും ഏതോ ഒരു അജ്ഞാത കാരണം കൊണ്ട് 2 മരങ്ങളായി പോയിട്ട് ഇന്ന സ്ഥലത്ത് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് കണ്ടു എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ മകനും മകളും മരുമകനുമാണ് എന്ന് പറഞ്ഞു. ശാപം കിട്ടിയത് കൊണ്ട് ആ വൃക്ഷങ്ങളുടെ ഇലകളിൽ പക്ഷികൾ പോലും വന്നിരിക്കണില്ല. ഒരു ജീവി, ഒരു ഈച്ച, വണ്ട് ഒന്നും വന്നിരിക്കുന്നില്ല എന്ന് കണ്ടു. ഋഷുണ്ടി മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അദ്ദേഹം. മന്ദാരവൃക്ഷം മന്ദാരനും ശമീവൃക്ഷം ശമീകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഔരവനും ശൗനകനും അവരുടെ അവസ്ഥയിൽ സങ്കടം തോന്നി. ശൗനകൻ്റെ ശിഷ്യനായിരുന്നല്ലോ മന്ദാരൻ. ഔരവനാണെന്നുണ്ടെങ്കിൽ അമ്മായിയച്ഛനുമാണ്. അവരുടെ ഗുരുനാഥനും അമ്മായിയച്ഛനും നിന്ന് ആലോചിച്ചു എന്താ ഒരു പോംവഴി. അപ്പോൾ ഗണപതി ഭഗവാനെ ആരാധിക്കാം എന്ന് കരുതിയിട്ട് അവർ മകളുടെ രക്ഷയ്ക്കായിട്ട് ഔരവനും ശിഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് ശൗനകനും ഗണപതി ഭഗവാനെ ആരാധിക്കാൻ തീരുമാനിച്ചു. ആലോചിച്ച് നോക്കണം, ഈ ശൗനകൻ തന്നെയാണ് ഇപ്പോൾ സൂതൻ ഈ കഥ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും ഈ കഥകളിലൊക്കെ കഥാപാത്രം ആവാം. വേണമെങ്കിൽ ഭഗവാന്റെ കഥയിൽ നമ്മളും കഥാപാത്രമാവാം. നമ്മൾ വെറും കേൾവിക്കാർ മാത്രമല്ല എന്നർത്ഥം. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ കഥ അതിൻ്റെ അകത്ത് കയറി വരിക. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന അവർ 2 പേരോടും അനുകമ്പ തോന്നിയിട്ട് ഗണപതി ഭഗവാൻ 10 കൈകളുള്ള രൂപം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു. അതും ഇവിടെ വായിച്ചു. കിരീടം, കുണ്ടലം, സർപ്പം കൊണ്ടുള്ള പൂണൂല് ഇതൊക്കെ ധരിച്ച് കോടി സൂര്യപ്രഭയോട് കൂടിയിട്ട് ആ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ ഭഗവാനെ ഔരവനും ശൗനകനും സ്തുതിച്ച് നമസ്കരിച്ചു. സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ എന്താ വരം വേണ്ടോ ചോദിച്ചു. അവർ പറഞ്ഞു, ഔരവൻ്റെ പുത്രനായിട്ടുള്ള മന്ദാരന് ശമീകയെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർ ഭൃഷുണ്ടിയെ പരിഹസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണത്. അദ്ദേഹം ശപിച്ചു, അതുകൊണ്ട് അവർ മരങ്ങളായി. ഈ കാര്യത്തിൽ ഞാനും ദുഃഖിതനാണ്, ആ പെൺകുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഔരവനും ദുഃഖിതനാണെന്ന് ശൗനക മഹർഷി പറഞ്ഞു. അതുകൊണ്ട് ശാപത്തുനിന്ന് മോചനം നൽകണം, ഭഗവാനെ അങ്ങ് പ്രസാദിച്ചാലേ മോചനം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഭഗവാൻ അത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ശാപമോക്ഷം നൽകാം. മാത്രമല്ല അവരേത് മരങ്ങളായി മാറിയോ ആ മരങ്ങൾ എനിക്കെന്നും പ്രിയപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. മന്ദാരത്തിൻ്റെ തടി കൊണ്ട് ഗണപതിയുടെ പ്രതിമ ഉണ്ടാക്കുക, എന്നിട്ട് കറുകിയും വന്നിയുടെ ഇലകളും കൊണ്ട് പൂജിക്കുക. ഇത് വളരെ വിശേഷ. മന്ദാരത്തിൻ്റെ
തടി നല്ല അത്യാവശ്യം പ്രായമാകുമ്പോഴേ മന്ദാരത്തിന് അത്രയും തടി കിട്ടുള്ളൂ. അതിൽ നല്ല വൃത്തിയായിട്ട് ഗണപതിയുടെ രൂപം കൊത്തി ഉണ്ടാക്കിയിട്ട് അത് പൂജാമുറിയിൽ വെച്ചിട്ട് കറുക കൊണ്ടും വന്യയുടെ ഇല കൊണ്ടും പൂജിക്കുന്നതിൻ്റെ മുകളിൽ ഒരു ഗണേശ പൂജ വേറെ ഇല്ല. എല്ലാവരും ഇനി ക്ഷമിക്കണേ, മന്ദാരം മുഴുവൻ വെട്ടി മന്ദാരത്തിൻ്റെ തടികളൊക്കെ ഇനി ശരത്ത് പ്രഭാഷണത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറേ മന്ദാരത്തിൻ്റെ പണി കഴിയും. അങ്ങനെ സംഭവിക്കരുത് കേട്ടോ. അപ്പോൾ ഈ വിവിധ കാരണം പറയാൻ പറ്റില്ലേ, ഇങ്ങനെ പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. വിവിധമായിട്ടുള്ള യാഗം കൊണ്ടോ തീർത്ഥസ്നാനം കൊണ്ടോ ഉണ്ടാകാത്ത നേട്ടം പോലും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഭഗവാനെ പൂജ കഴിച്ചാലുണ്ടാവും. സർവ്വ ഐശ്വര്യങ്ങളും ഭക്തന് കിട്ടും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. അതിനുശേഷം ഭഗവാൻ ആ മന്ദാരത്തിൻ്റെയും വന്യവൃക്ഷത്തിൻ്റെയും താഴെ പോയിട്ട് കുടികൊണ്ടുവന്നു. അതുകൊണ്ട് എപ്പോഴും ഈ വൃക്ഷങ്ങൾ നിൽക്കുന്ന അവിടെ ഗണപതിയുടെ സാന്നിധ്യം ഉണ്ടാവും. എനിക്ക് വ്യക്തിപരമായിട്ടൊരു അനുഭവമുണ്ട്. ഞാൻ അങ്ങനെ വിളിച്ച് പറയാറില്ല. എൻ്റെ വീട്ടിൽ, കൽപ്പാത്തിയിലെ വീട്ടിൽ മുൻവശത്തായിട്ട് ഒരു കൂവളവും തൊട്ടൊരു വന്യമരവും ഉണ്ട്. ഇത് മന്ദാരമുണ്ട്. രണ്ടും പണ്ട് 2006 or 2005 ഞാൻ വെച്ചതാണ്. രണ്ടും അത്യാവശ്യം വലുപ്പമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ വഴിയിലൊക്കെ ഈ ടെറാക്കോട്ട കൊണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗണപതിയെ വീട്ടിൽ കൊണ്ടു തന്നു. അപ്പോൾ എല്ലാം എടുത്തിട്ട് പൂജാമുറിയിൽ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് കാലം കുട്ടികൾ പഠനം നടത്തുന്ന, അപ്പോൾ എൻ്റെ ലൈവ് കാണുന്നവർക്ക് അറിയാം, ഞാൻ സ്ഥിരം ഇരുന്ന് ലൈവ് ചെയ്യുന്ന ഒരു മേശയുണ്ട്. ആ മേശയുടെ സൈഡിൽ കൊണ്ടുവച്ചു. അങ്ങനെ അവിടെ ഇരിക്കിയത് ഒരു വിനായക ചതുർത്ഥിയുടെ ഒരു 3 ദിവസം മുമ്പ്, ഞാൻ അന്ന് നാട്ടിലില്ല, വേറെ എവിടെയായിരുന്നു, ഓർമ്മ കിട്ടണില്ല ഇപ്പോൾ. ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഞാൻ അപൂർവമായിട്ട് സ്വപ്നം കാണുന്ന ആളാണ്. അത്യാവശ്യം നന്നായിട്ട് സ്വപ്നം കാണാണ്ട് ഉറങ്ങാനൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വപ്നം കാണൽ വളരെ കുറവാണ്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ കണ്ടാച്ചാൽ ഈ മണ്ണിൻ്റെ ഗണപതി എഴുന്നേറ്റ് നടന്നിട്ട് കോണിപ്പടിയൊക്കെ ഇറങ്ങി താഴേക്ക് പോകണു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങട്ടാ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അവൾ പറയില്ലേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ മന്ദാരത്തിൻ്റെ താഴെ പോയിട്ടിരുന്നു. ഇങ്ങനൊരു സംഭവം കണ്ടു. ഞാൻ അപ്പം തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ആ പ്രതിമ എടുത്തിട്ട് താഴെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചോളൂ. അവിടെ ഇപ്പോഴും നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ അത് ആ മന്ദാരത്തിൻ്റെ താഴെ വെയിലും കാറ്റും മഴയൊക്കെ കൊണ്ടിട്ട് അവിടെ ഇരിക്കണത് കാണാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വളരെ പ്രിയമുള്ള ഒരു വൃക്ഷമാണ് മന്ദാരം. മന്ദാരത്തിൻ്റെ പുഷ്പങ്ങളതെ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പുഷ്പം സമർപ്പിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. എന്തെങ്കിലും ഒന്ന് കഴിക്കാനും കൊടുക്കണം. അദ്ദേഹത്തിന് പിന്നെ എന്തും ഭക്ഷണം വേണമല്ലോ, എന്തിനും ഉടനടി പ്രീതിപ്പെടുന്നുള്ളതാണ്. അതൊക്കെ ഒരു സത്യ. അമ്പലത്തിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. അവനവൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ളതിൻ്റെ താഴെ ഗണപതിക്ക് എന്ന് പറഞ്ഞിട്ട് സങ്കല്പിച്ചിട്ട് ഒരു മന്ദാരത്തിൻ്റെ പൂ വെച്ചാൽ മതി. അത്രയും ചൈതന്യമാണ് ഈ 3 പുഷ്പങ്ങൾ: വന്യയുടെ ഇല, കറുക, മന്ദാരപ്പൂ. ശ്രമിച്ചു നോക്കാം. ഗുരുവായൂരപ്പാ സർവേശ്വര. അങ്ങനെ മന്ദാരവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഭഗവാൻ സ്ഥിതി ചെയ്തു തപസ്സനുഷ്ഠിച്ചു. ജീവിതാവസാനത്തിൽ ഔരവൻ ഭാര്യയോടൊപ്പം തന്നെ ആ മന്ദാരത്തിൻ്റെ താഴെ ഇരുന്ന് തപസ്സനുഷ്ഠിച്ച് മോക്ഷം നേടിയെന്ന് പറഞ്ഞു. ശൗനകൻ ശമീവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തപസ് ചെയ്തിട്ട് മരണവും വരിച്ചു. അങ്ങനെ ഇതിലെ ശൗനകൻ ശരീരം കളഞ്ഞു എന്നാണ് പറഞ്ഞു. അങ്ങനെ ശമീവൃക്ഷത്തിൻ്റെ അംശമായിട്ട് ശൗനകൻ ഭവിച്ചുകൊണ്ടാണ് യാഗത്തിനും മറ്റും ശമീവൃക്ഷം പാവനമായത്. ശമീവൃക്ഷത്തിൻ്റെ കമ്പുകൾ ഹോമത്തിന് ഉപയോഗിക്കും. ശമീവൃക്ഷത്തിൻ്റെ കമ്പ് കടഞ്ഞിട്ടാണ് യാഗാഗ്നി ജ്വലിപ്പിക്കുക. അരണി ശമീവൃക്ഷത്തിൻ്റെ കൊണ്ടുണ്ടാക്കുക. അങ്ങനെ 2 ശമീവൃക്ഷത്തിൻ്റെ അരണിയിൽ നിന്നാണ് ശുഗമഹർഷി ജനിച്ചത്. ശമീവൃക്ഷത്തിൻ്റെ കമ്പുകൾ കടഞ്ഞപ്പോഴാണ്, വ്യാസമഹർഷി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്ന് സ്ഫുലിംഗമായിട്ട് ശ്രീ ശുഗബ്രഹ്മർഷി ജനിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് ഗൃത്സമതൻ കീർത്തിരെടുത്ത് വന്യമരത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനുശേഷം വീണ്ടും കീർത്തിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു. സഹ്യപർവ്വതത്തിൽ, നമ്മുടെ പർവ്വതങ്ങളിൽ ഒരിക്കൽ മഹാദേവൻ ഹിമാലയം അടുത്തപ്പോൾ ഇവിടെ വന്ന് താമസിച്ചു. കുറച്ച് കാലം നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൽ ഇവിടെ വന്ന് താമസിച്ചപ്പോൾ അമ്മയും കൂട്ടിയിട്ടാണ് വന്നത്. ഗണങ്ങളും ഗന്ധർവന്മാരും കിന്നരന്മാരും ഒക്കെ വന്നു. അവരാദ്യമായിട്ടാണ് തെക്കോട്ടേക്ക് വരണത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് പുതിയൊരു ക്ലൈമറ്റ്, പുതിയ മരങ്ങൾ, പുതിയ പർവ്വതങ്ങളുടെ ഇത് നോക്കുമ്പോൾ ഹിമാലയത്തിനെക്കാളും നല്ല ഉറപ്പുള്ള പാറകളാണ്. ഹിമാലയമാണെങ്കിൽ പൊടിഞ്ഞിരിക്കും. അപ്പോൾ ഇവരൊക്കെ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ചില സ്ഥലത്ത് ഇരുന്ന സാധാരണ പാറ ഇടിയും. നമ്മുടെ അവിടെ വന്നപ്പോൾ പാറ ഇടിയുന്നില്ല. ഇവിടെയൊക്കെ എല്ലാവർക്കും കരിങ്കല്ലിൻ്റെ മനസ്സും പാറയ്ക്കും നല്ല ഉറപ്പാണെന്ന് അവർക്ക് മനസ്സിലായി തെക്കോട്ട് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ അവരിവിടെ ഇരിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ മഹാദേവനെ കാണാൻ വേണ്ടി വന്നു. മഹാദേവൻ മഹർഷിമാരെയൊക്കെ വിളിച്ചു വരുത്തി
ജമദഗ്നി, വസിഷ്ഠൻ, മാർക്കണ്ഡേയൻ, നാരദൻ, കപിലൻ, പുലഹൻ, കണ്വൻ, വിശ്വാമിത്രൻ ഇവരൊക്കെ ഭഗവാൻ ക്ഷണിച്ചതനുസരിച്ച് വന്നു. പ്രഭാതത്തിൽ അവരെല്ലാവരും കൂടെ യാഗം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട്, ഭഗവാൻ എവിടെ പോയാലും ആരാധനകൾ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ആരാധന സ്വീകരിക്കണമെന്ന് മാത്രമല്ല, ആരാധനകൾ ചെയ്യാനും ഇഷ്ടമുള്ളവരാണ്. ഗുരുനാഥനാണ്, എല്ലാവരുടെയും ആദ്യ ഗുരുനാഥനാണ് മഹാദേവൻ എന്ന് പറഞ്ഞാൽ. ആ ഭഗവാൻ യാഗം നടത്താനായിട്ട് തയ്യാറായി. അപ്പോൾ ആ രാവിലത്തെ ആ എക്സൈറ്റ്മെൻറ്റിലും ധൃതിയിലും ഗണപതിക്ക് പൂജ കഴിക്കാണ്ട് അവർ യാഗം തുടങ്ങി. സാവിത്രി എന്ന ദേവത ആ ഗൃഹകർമ്മങ്ങൾ ചെയ്യാനായിട്ട്, അതായത് ഗായത്രിയുടെ അടിസ്ഥാന ദേവതയാണ് സാവിത്രി. ആ സാവിത്രിയെ ഗൃഹകർമ്മങ്ങളിൽ നീ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പറഞ്ഞിട്ട് മഹർഷിമാരൊക്കെ പുണ്യാഹവാചനം നടത്തി. അഭ്യുദയ ശ്രാദ്ധം, സപ്തമാതൃക്കുള്ള പൂജ ഇതൊക്കെ ചെയ്തു. അഗ്നികുണ്ഡത്തിൽ തീ ജ്വലിപ്പിച്ചപ്പോൾ ആ സമയത്ത് സാവിത്രി അവിടെ എത്തി. ഗായത്രി ആയിട്ടുള്ള സാവിത്രിക്ക് തന്നെ ശ്രദ്ധിക്കാണ്ട് യാഗം തുടങ്ങി. ഞാൻ അടുക്കള പണിയെടുക്കുമ്പോൾ ഞാൻ വരണവരെ വെയിറ്റ് ചെയ്യാണ്ട് യാഗം തുടങ്ങിയോ എന്ന് ചോദിച്ചു. ദേഷ്യം വന്നു. തന്നെ ആദരിക്കാണ്ട് നടത്തണ യാഗം കൊണ്ട് ഫലമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കോപം കൊണ്ട് ജ്വലിച്ചിട്ട് ആ മഹർഷിമാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ജഡന്മാരായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അത് കേട്ടപ്പോൾ ദേവന്മാർക്ക് സങ്കടമായി. ശാപം വലിക്കും, ഗായത്രിയാണ് ശപിച്ചിരിക്കണം. അമ്മ അങ്ങനെ ശപിക്കാത്ത ആളാണ്, മംഗളമൂർത്തിയാണ്, അത്രയും ചൈതന്യവത്തായിട്ടുള്ളൊരു ദേവതയാണ് ഗായത്രി എന്ന് പറഞ്ഞാൽ. ആ ദേവിയാണ് ശപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശാപം വലിക്കും. അതുകൊണ്ട് അവർ സാവിത്രിയുടെ കാൽക്കൽ വീണിട്ട് ദേവന്മാർ അമ്മയുടെ ആ ശാപം പിൻവലിക്കാൻ പറയുന്നില്ല, എന്നാലും ഒന്ന് റബ്ബർ വെച്ച് മാറ്റിയിട്ട് ആ സെൻറ്റൻസ് ഒന്ന് മോഡിഫൈ ചെയ്യണം, ഒന്ന് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. 2 അക്ഷരങ്ങളെ ഒന്നായിട്ട് കരുതാറുണ്ട്. ഡ ല സംസ്കൃതത്തിൽ, ഡായും ലായും. മലയാളത്തിലും സംസ്കൃതത്തിലും ഈ ലാ തന്നെ ളായിട്ടും പറയും. ലളയോരഭേദം എന്ന് പറഞ്ഞിട്ടൊരു നിയമം തന്നെയുണ്ട്, ലായും ളായും. പക്ഷെ മലയാളത്തിൽ നടക്കില്ല. ലളിത എന്ന് പറഞ്ഞാലും ലളിത എന്ന് പറഞ്ഞാലും ഒന്നാണ് സംസ്കൃതത്തിൽ. പക്ഷെ താലിയും താളിയും രണ്ടാണ് മലയാളത്തിൽ, അല്ലേ? അപ്പോൾ അവിടെ ലാ ളായ ഒന്നാണെന്ന് മലയാളത്തിൽ പറയാൻ പറ്റില്ല, സംസ്കൃതത്തിലാവാം. ലളിത ലളിത ഇത് രണ്ടും ഒന്നാണ്. അതുമാതിരി ചില ഇടങ്ങളിൽ ഇള എന്ന് പറഞ്ഞാലും ഇട എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം. അപ്പം ഡ ല ഒന്നായിട്ട് പറയാൻ പറ്റും. വാരപ്പാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ എക്സാമ്പിൾ പറയാമെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ ഡായ്ക്ക് ലായ്ക്ക് കറക്റ്റിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ജഡന്മാരാകുന്നതിനേക്കാളും ആ ജഡ എന്നുള്ളതിന് പകരം ജല എന്നാക്കിയാൽ മതി. നിങ്ങൾ ജഡരൂപികളാവട്ടെ എന്ന് പറഞ്ഞതിനെ നിങ്ങൾ ജലരൂപികളാവട്ടെ എന്നൊന്ന് പറയുമോ അമ്മേ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞതിൽ മാറ്റുമ്പോൾ അക്ഷരം അന്യോന്യം മാറ്റുക എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ എന്നുള്ളതിനെ ലായാക്കി മാറ്റുമോ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നദികളായിട്ടും തടാകങ്ങളായിട്ടും അമ്മയുടെ ശാപം അനുസരിച്ചിട്ട് ജീവിക്കാമല്ലോ. നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവുകയും ചെയ്യും, പ്രകൃതിക്ക്. മറ്റേത് ജഡമായി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഇങ്ങനെ കിടക്കുക. നമ്മൾ പറയില്ലേ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കാൻ വേണ്ടി ജീവനും ഉണ്ട് എന്നങ്ങനെ കിടക്കുക. അതിൽ കാര്യമില്ല. മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതായിട്ടെങ്കിലും മാറണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അമ്മ സമ്മതിച്ചു. അതുകൊണ്ട് മഹേശ്വരൻ, ഭഗവാനടക്കം എല്ലാവരും ശപിച്ചു. സാവിത്രി, ശ്രീകൃഷ്ണനടക്കം, നാരായണനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണശബ്ദവും മഹേശ്വര ശബ്ദവും കൊടുത്തിരിക്കുന്നത്. മഹേശ്വരൻ വേണീ നദിയായിട്ട് മാറി, കൃഷ്ണൻ കൃഷ്ണാനദിയായിട്ട് മാറി. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ നാമങ്ങൾക്കനുസരിച്ചിട്ടുള്ള നദികളായിട്ട് മാറിയെന്നാണ്. ഇതിനൊക്കെ കാരണം ആ ഗണപതി ആരാധിക്കാണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് സാവിത്രിയുടെ കോപം ഉണ്ടായതും ആ യാഗം ഈ വിധത്തിൽ അവസാനിച്ചത്. ഇപ്പം മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലേക്ക് വന്ന മഹാദേവൻ്റെ അവസ്ഥ പോലും കഷ്ടത്തിലായി പോകുന്നു. അങ്ങനെ പോകുന്നത് ഹിമാലയം വിട്ടിട്ട് വരേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്തുനിന്ന് കാല് കുത്തി സകലതും കയ്യിൽ നിന്ന് പോയി. ആദ്യം ഗണപതിയെ മറന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു, ശാപവും കിട്ടി. അങ്ങനെ വിഘ്നരാജനായിട്ടുള്ള ആ ഗണപതി ഭഗവാനെ ആരാധിക്കാതിരുന്നാൽ എന്തു സംഭവിക്കും മഹേശ്വരന് പോലും ഈ കഥ കാണിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പണ്ട് ശങ്കരൻ ത്രിപുര വിജയത്തിന് ശ്രമിച്ചപ്പോഴും ഇതേ തടസ്സം ഉണ്ടായി. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മദേവൻ ആലോചിച്ചു, യുദ്ധം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ ഗണപതിയെ പൂജിച്ചില്ല. അതുകൊണ്ട് ഭഗവാൻ അനവധി തടസ്സങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പിന്നെ ഗണപതിയെ ആരാധിച്ചപ്പോഴാണ് ത്രിപുരങ്ങളെ തകർക്കാൻ ഭഗവാന് സാധിച്ചത്. അത് പല പുരാണങ്ങളിലും വരുന്നുണ്ട്, ഗണേശപുരാണത്തിൽ മാത്രമല്ല. പിന്നെ ഇവിടെ ദേവന്മാരൊക്കെ ഈ വിധത്തിൽ നദികളായപ്പോൾ ബ്രഹ്മദേവൻ മാത്രം ശാപത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എത്തിയിരുന്നില്ല. അദ്ദേഹം ആലോചിച്ചു,
ഞാൻ കാരണമല്ലേ ദേവന്മാർ നദീരൂപത്തിൽ പരിണമിച്ചത് എന്ന് ചിന്തിച്ചു. അതെന്താ അദ്ദേഹം അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഗായത്രിയാകണ സാവിത്രി ബ്രഹ്മദേവൻ്റെ പത്നിയാണ്. ബ്രഹ്മദേവനാ പറഞ്ഞു, നീ അടുക്കളയിൽ കാര്യങ്ങൾ നോക്ക്, നീ വന്നിട്ടേ തുടങ്ങുള്ളൂ എന്നും പറഞ്ഞിട്ട് അടുക്കളയിലെ കാര്യങ്ങൾ ചായ ഉണ്ടാക്കാൻ പറഞ്ഞയച്ച നേരത്തെ ഇവരിവിടെ തുടങ്ങിപ്പോയി. അപ്പോൾ താൻ കാരണമാണല്ലോ ഈ അബദ്ധം പറ്റിയത് എന്നുള്ള പശ്ചാത്താപം. അതുകൊണ്ട് താൻ തന്നെ ഇതിന് ഒരു പോംവഴി കണ്ടെത്തണം. അപ്പം ദിവ്യദൃഷ്ടി കൊണ്ട് ആലോചിച്ചപ്പോൾ മനസ്സിലായി, ഗണപതി ഭഗവാനെ പൂജിക്കാത്തതുകൊണ്ടാണ് തനിക്ക് ഈ പ്രശ്നം പറ്റിയത്. അതുകൊണ്ട് താൻ ഭഗവാനെ പ്രസന്നനാക്കാൻ ഒരു ഹോമം, ഒരു യാഗം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണ സമയത്ത് ദേവസ്ത്രീകളൊക്കെ അവിടെ വന്നു. ഇന്ദ്രാണി, ശ്രീപാർവതി, ലക്ഷ്മി ഇവരൊക്കെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചു, ഗണപതി എന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നത്? നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. ഇതിനെന്താ പരിഹാരം എന്ന് അന്വേഷിക്കാനാണ് ഞങ്ങൾ ദേവിമാർ വന്നിരിക്കുന്നവർ. അങ്ങയോടല്ലാണ്ട് വേറെ ആരോടാ ചോദിക്കുക? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്താ ഭഗവാനെ ആരാധിക്കാൻ പോകുന്നു, നിങ്ങളും എല്ലാവരും ഭഗവാനെ ആരാധിക്കുക പറഞ്ഞു. അവരെല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് കർണാടകത്തിലേക്ക് വന്നിട്ട് കേരളം വിട്ടു, കർണാടകത്തിലെത്തി. കാരണം ഇവിടെ ഇരുന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ പുലിവാല. അതുകൊണ്ട് അവിടേക്ക് പോയി മന്ദാരവൃക്ഷം കണ്ടെത്തി. അതിൻ്റെ താഴെ പോയിരുന്നിട്ട് ഈ ദേവതകളൊക്കെ ഗണപതിയെ പൂജിക്കാൻ തുടങ്ങി. ഓരോരുത്തരും വിവിധ രീതിയിലാണ് അത്ര ആരാധന ചെയ്തത്. ചിലർ പത്മാസനത്തിലിരുന്ന് ധ്യാനിച്ചു, വേറെ ചിലർ വീരാസനത്തിലിരുന്നിട്ട് ധ്യാനിച്ചു, ഇനി ചിലർ നിരാഹാരന്മാരായിട്ടിരുന്ന് തപസ്സനുഷ്ഠിച്ചു. ക്ഷേത്രത്തിൽ അനവധി ഉപചാരങ്ങൾ ചെയ്തു. സ്ത്രീകളായതുകൊണ്ട് ചൂലെടുത്തിട്ട് അമ്പലം മിറ്റമൊക്കെ അടിച്ചു വാരി ചപ്പും ചവറും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി. അങ്ങനെയും സേവനം ചെയ്തു, ശുദ്ധി ഉണ്ടാക്കി. എല്ലായിടത്തും ഇങ്ങനെ സ്തോത്രം ചൊല്ലിയും കറുകപ്പുല്ല് സമർപ്പിച്ചിട്ടും ഭക്തിയോട് കൂടിയിട്ട് പൂജിച്ചവരുടെ മുന്നിൽ ഭഗവാൻ ആവിർഭവിച്ചു. ഭാര്യമാരോടൊപ്പം സർവാഭരണഭൂഷിതനായിട്ടാണ് ആ ഭഗവാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ ദേവസ്ത്രീകൾ അനുഗ്രഹം ലഭിച്ചതായിട്ട് മനസ്സിലാക്കി. കീർത്തിയപ്പോൾ ഗൃത്സമനോട് ചോദിക്കും, അവരെങ്ങനെയാണ് ദേവനെ സ്തുതിച്ചതെന്ന് ചോദിക്കുമ്പോൾ മനോഹരമായിട്ട് ആ ദേവിമാരുടെ ഒരു സ്തുതി ഇതിൽ വരുന്നുണ്ട്. ആ സ്തുതിച്ചതിന് ശേഷം ആ സ്തുതി കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. സാവിത്രിയുടെ ശാപം കൊണ്ടാണ് ദേവന്മാർക്ക് നദീരൂപം ഉണ്ടായത്. അതുകൊണ്ട് ആ വാക്യം ധിക്കരിക്കാനും പറ്റില്ല. കാരണം ഗായത്രി അങ്ങനെ ശപിക്കണവളല്ല. ആ ദേവിയുടെ വാക്ക് മറികടക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. വന്നിയില ശമീപത്രം ഉപയോഗിച്ചിട്ട് ദേവന്മാരെന്നെ ആരാധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വൈകാണ്ട ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ നദീരൂപത്തിലുള്ള ആ ദേവന്മാർ ഗജാനെ വാഴ്ത്തി ക്ഷമ ചോദിച്ചു. ഉചിതമായിട്ടുള്ള ശമീവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് പൂജയൊക്കെ കഴിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ ശാപത്തിന് കാരണമായിട്ടുള്ള ഭഗവാനെ മറന്നു എന്നുള്ള കർമ്മദോഷം പോയി. അത് പോയതോട് കൂടിയിട്ട് ശാപമോക്ഷമായി. എപ്പോഴും കർമ്മദോഷം കൊണ്ടാണ് നമുക്കൊരാപത്ത് വരുന്നത്. നമ്മൾ ആപത്തിനെയല്ല മാറ്റാൻ നോക്കണ്ട്, അതിന് കാരണമായ കർമ്മദോഷത്തിനെയാണ്. ഇല്ലെങ്കിൽ ഈ ആപത്ത് ഇപ്പം മാറ്റിയാൽ നാളെ വീണ്ടും വരാം. അപ്പോൾ അതിൻ്റെ വേരിൽ വേണം നമ്മൾ പണിയെടുക്കാൻ പോയിട്ട്, അതിനെയാണ് മാറ്റേണ്ടത്. ഇവിടെ കാരണം എന്തായിരുന്നു? ഭഗവാനെ മറന്നു എന്നുള്ളതാണ്. അത് അവർ പൂർണ്ണമായിട്ടും ആ കർമ്മദോഷം മാച്ചു കളഞ്ഞതോടുകൂടി അവർക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടി. സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി അവർ മന്ദാരവൃക്ഷങ്ങളുടെ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗണേശ വിഗ്രഹങ്ങൾ അവരവരുടെ വീട്ടുകളിൽ സ്ഥാപിക്കുകയും വന്യമരത്തിൻ്റെ ഇല കൊണ്ട് പൂജിക്കുകയും ചെയ്തു. 12 വർഷം ബ്രഹ്മദേവൻ ഗണപതി ഭഗവാനെ ഈ വിധം പൂജിച്ചിട്ട് വീണ്ടും മഹാദേവൻ തുടങ്ങി വെച്ച ആ യാഗത്തിനെ വീണ്ടും ആരംഭിച്ചു. ഗണപതിയെ പൂജിച്ചിട്ട് യാഗം ആരംഭിച്ചു. അവിടെയും മന്ദാരവൃക്ഷത്തിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗണപതി ഭഗവാനെ വെച്ചിട്ടാണ് പൂജ കഴിച്ചതെന്ന് പറഞ്ഞു. ഈ വിധത്തിൽ ഗൃത്സമതനിൽ നിന്ന് മന്ദാരത്തിൻ്റെയും വന്യയുടെയും മഹാത്മ്യം കേട്ടറിഞ്ഞിട്ടുള്ള കീർത്തി ജീവൻ വീണ്ടു കിട്ടിയിട്ടുള്ള മകനോടൊപ്പം നാട്ടിലേക്ക് പോകാനായിട്ട് അനുവാദം ചോദിച്ചിട്ട് മഹർഷിയെ നമസ്കരിക്കണോടെ ഈ സെഷൻ നിർത്തുന്നു. നാരായണ സർവത്ര ഗണേശനാമ സങ്കീർത്തനം. ഓം ഗണേശായ നമഃ.